Once again, welcome back to Virtual Teaching. നമ്മളപ്പോൾ മാർക്കറ്റിംഗ് മാനേജ്മെൻറ്റിൻ്റെ ഫസ്റ്റ് മൊഡ്യൂളിൻ്റെ ഇമ്പോർട്ടൻറ്റ് ക്വസ്റ്റ്യൻസും ആൻസേഴ്സും ഡിസ്കസ് ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു. അതിൻ്റെ സെക്കൻഡ് പാർട്ടാണ് ഈ ഒരു വീഡിയോയിലൂടെ നമ്മൾ കണ്ടിന്യൂ ചെയ്യാൻ പോകുന്നത്. നമുക്കപ്പോൾ വേഗം ക്വസ്റ്റ്യൻസിലേക്ക് കിടക്കാം. ഫോർത്ത് ക്വസ്റ്റ്യൻ ആണ്, എക്സ്പ്ലെയിൻ ദ സ്കോപ്പ് ഓഫ് മാർക്കറ്റിംഗ്. സ്കോപ്പ് ഓഫ് മാർക്കറ്റിംഗ്. മാർക്കറ്റിംഗ് മെയിനായിട്ട് 7 ഏരിയാസാണ് മെയിനായിട്ട് കവർ ചെയ്യുന്നത്. നമുക്കറിയാം മാർക്കറ്റിംഗ് ആക്ടിവിറ്റീസ് സ്റ്റാർട്ട് ചെയ്യുന്നത് കസ്റ്റമേഴ്സിൽ നിന്നാണ്, അതുപോലെ തന്നെ മാർക്കറ്റിംഗ് എൻഡ് ചെയ്യുന്നതും കസ്റ്റമേഴ്സിൽ നിന്നാണ്. അപ്പോൾ നമുക്ക് നമ്മുടെ മാർക്കറ്റിങ്ങിൻ്റെ സ്കോപ്പ് ഏതൊക്കെയാണെന്ന് നോക്കാം. ഫസ്റ്റ് വൺ ആണ് ഐഡൻറ്റിഫിക്കേഷൻ ആൻഡ് സെലക്ട് ദ ടാർഗറ്റ് മാർക്കറ്റ്. ദിസ് ഇൻവോൾവ് ലൊക്കേറ്റിംഗ് ആൻഡ് സെലക്ടിംഗ് ദ മോസ്റ്റ് ഫേവറബിൾ കസ്റ്റമർ ഗ്രൂപ്പ് ഫോർ മാർക്കറ്റിംഗ് ഫ്രം എ ലാർജ് പോപ്പുലേഷൻ ഓഫ് കസ്റ്റമേഴ്സ്. ലാർജ് പോപ്പുലേഷൻ ഓഫ് കസ്റ്റമേഴ്സ് ഉണ്ടാവും. ആ കസ്റ്റമേഴ്സിൽ നിന്ന് ഏറ്റവും ഫേവറബിൾ ആയിട്ടുള്ള കസ്റ്റമേഴ്സിനെ കണ്ടുപിടിച്ച് അവരെ സെലക്ട് ചെയ്യുക എന്നാണ് ഫസ്റ്റ് മെയിൻ ആയിട്ടുള്ള ഏരിയ മാർക്കറ്റിംഗ് ആക്ടിവിറ്റീസിൻ്റെ സ്കോപ്പ് എന്നത്. അതാണ് ഐഡൻറ്റിഫൈ ആൻഡ് സെലക്ടിങ് ദ ടാർഗറ്റ് മാർക്കറ്റ്. നെക്സ്റ്റ് ആണ് ഐഡൻറ്റിഫൈ ആൻഡ് സെലക്ട് ദ കൺസ്യൂമർ വാല്യൂ അല്ലെങ്കിൽ കസ്റ്റമർ വാല്യൂ. ആഫ്റ്റർ ലൊക്കേറ്റിംഗ് ആൻഡ് സെലക്ടിങ് ദ ടാർഗറ്റ് മാർക്കറ്റ്, the specific need and wants of that market are identified for the purpose of creating, communicating and delivering of product and services. അപ്പോൾ നമ്മൾ ഫസ്റ്റ് സ്റ്റേജിൽ എന്ത് ചെയ്തത്, നമ്മൾ കൃത്യമായിട്ടുള്ള നമ്മുടെ ടാർഗറ്റ് മാർക്കറ്റിനെ ലൊക്കേറ്റ് ചെയ്ത് സെലക്ട് ചെയ്തു. അത് കഴിഞ്ഞ് കഴിഞ്ഞാൽ ആ ഐഡൻറ്റിഫൈ ചെയ്ത ആ ടാർഗറ്റ് മാർക്കറ്റിൻ്റെ നീഡും വാണ്ട്സും എന്തെല്ലാമാണെന്ന് മനസ്സിലാക്കുക. എന്തുവേണ്ടിയാണ്? അതനുസരിച്ച് പ്രൊഡക്ട്സ് ക്രിയേറ്റ് ചെയ്യാനും കമ്മ്യൂണിക്കേറ്റ് ചെയ്യാനും ആ പ്രൊഡക്ട്സിനെ ഡെലിവർ ചെയ്യാനും പിന്നെ അതിന് ബന്ധപ്പെട്ടുള്ള കുറേ സർവീസസ് പ്രൊവൈഡ് ചെയ്യാനൊക്കെ ആയിട്ട്. അങ്ങനെ നമ്മുടെ കസ്റ്റമർ വാല്യൂ ഐഡൻറ്റിഫൈ ചെയ്യുക, അത് സെലക്ട് ചെയ്യുക എന്നാണ് സെക്കൻഡ് സ്റ്റേജ് എന്നത്. ഇനി തേർഡ് സ്റ്റേജ് ആണ് ക്രിയേഷൻ ഓഫ് വാല്യൂ. The major area in this phase are product planning, designing, packaging, branding and pricing. അപ്പോൾ ഈ ഒരു ഫേസ് അല്ലെങ്കിൽ ഈ ഒരു സ്റ്റേജിൽ എന്താ ചെയ്യുന്നത്? ഈ ഒരു സ്റ്റേജിൽ മേജറായിട്ട് കവർ ചെയ്യുന്ന ഏരിയാസ് വെച്ചാൽ പ്രൊഡക്റ്റ് പ്ലാനിങ്, എങ്ങനത്തെ പ്രൊഡക്റ്റ് വേണമെന്ന് പ്ലാൻ ചെയ്യുക, അങ്ങനെയുള്ള പ്രൊഡക്റ്റിനെ ഡിസൈൻ ചെയ്യുക, അതിനെ പാക്ക് ചെയ്യുക, ബ്രാൻഡ് ചെയ്യുക, അതുപോലെ തന്നെ പ്രൈസ് ഫിക്സ് ചെയ്യുക. ഇതെല്ലാമാണ് തേർഡ് സ്റ്റേജ് അല്ലെങ്കിൽ തേർഡ് ഫേസിൽ വന്നിട്ടുള്ളത്. ഫോർത്ത് വൺ ആണ് കമ്മ്യൂണിക്കേറ്റ് ദ വാല്യൂ. This involves product promotion strategies such as advertisement, personal selling, direct marketing and other sales promotion method. നമ്മളുണ്ടാക്കിയ വാല്യൂ അല്ലെങ്കിൽ നമ്മളുണ്ടാക്കിയ പ്രൊഡക്റ്റ് നമ്മൾ കമ്മ്യൂണിക്കേറ്റ് ചെയ്യണം, ആൾക്കാരിലേക്ക് എത്തിക്കണം. അതെങ്ങനെയൊക്കെയാണ്? അഡ്വർടൈസ്മെൻറ്റ് വഴി നമുക്ക് എത്തിക്കാം, പേഴ്സണൽ സെല്ലിംഗ് വഴി, ഡയറക്റ്റ് മാർക്കറ്റിംഗ് അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും സെയിൽസ് പ്രൊമോഷൻ മെത്തേഡ്സ് വെച്ച് നമുക്ക് ഈ പ്രൊഡക്റ്റിനെ പറ്റിയുള്ള കാര്യങ്ങൾ പബ്ലിക്കിലേക്ക് എത്തിക്കാം. നെക്സ്റ്റ് ആണ് ഡെലിവർ ദ വാല്യൂ. Establishing the channel of distribution, warehousing, transportation and all activity related with the flow of goods from the point of origin to consumption are completed during this phase of marketing. അപ്പോൾ deliver the value എന്താ ഉദ്ദേശിക്കുന്നത്? നമ്മുടെ ഒറിജിൻ എവിടെ നിന്നാണോ ഈ ഗുഡ്സ് ഉണ്ടായത് അവിടെ നിന്ന് കൺസ്യൂമറിലേക്ക് എത്തുന്ന ആ ഒരു ഫേസ് അല്ലെങ്കിൽ ആ ഒരു സ്റ്റേജ് ആണ് ഡെലിവർ ദ വാല്യൂയിലുള്ളത്. അവിടെയാണ് എന്ത് വരേണ്ടത്? നമ്മൾ കൃത്യമായിട്ടുള്ള ചാനൽ ഫോർ ഡിസ്ട്രിബ്യൂഷൻ, നമ്മുടെ ഗുഡ്സ് കസ്റ്റമറിലേക്ക് എത്താനുള്ള ചാനൽ സെറ്റ് ചെയ്യുക. അതുപോലെ തന്നെ വെയർ ഹൗസിങ്, കൃത്യമായിട്ട് ഗുഡ്സ് സ്റ്റോർ ചെയ്യണം, ആ ഗുഡ്സിനൊന്നും കേടുപാട് വരാണ്ടിരിക്കാൻ ഗുഡ്സ് സ്റ്റോർ ചെയ്യാനുള്ള വെയർ ഹൗസിങ്, ട്രാൻസ്പോർട്ടേഷൻ ഫെസിലിറ്റീസ്, അതുപോലെ തന്നെ വേറെ കുറേ റിലേറ്റഡ് ആക്ടിവിറ്റീസ് ഒക്കെ. അപ്പോൾ ഇതെല്ലാം കൺട്രോൾ ചെയ്യുക അല്ലെങ്കിൽ ഇതെല്ലാം ചെയ്യുന്നത് ഈ ഡെലിവർ ദ വാല്യൂ എന്ന ഈ ഒരു ഫേസിലാണ്. നെക്സ്റ്റ് ആണ് കസ്റ്റമർ റിലേഷൻഷിപ്പ്. ദിസ് ഈസ് ദ മോസ്റ്റ് ഇമ്പോർട്ടൻറ്റ് ഡയമെൻഷൻ ഓഫ് മാർക്കറ്റിംഗ്. നമ്മുടെ മാർക്കറ്റിംഗ് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ഡയമെൻഷൻ അല്ലെങ്കിൽ സ്റ്റേജ് ആണ് ഈ കസ്റ്റമർ റിലേഷൻഷിപ്പ് എന്നത്. It is nothing but maintaining long-lasting relationship with the customer by clearly identifying their expectation and giving more than what they expect. അപ്പോൾ എന്താണ് കസ്റ്റമർ റിലേഷൻഷിപ്പ്? നമ്മൾ ആ ഒരു സെയിൽ നടത്തി കഴിഞ്ഞാൽ അവിടെ തീരേണ്ടതല്ല ആ ഒരു റിലേഷൻഷിപ്പ് എന്നത്. അത് ലോങ് ലാസ്റ്റിംഗ് റിലേഷൻഷിപ്പ് ആയിരിക്കണം. അതുപോലെ എന്നാൽ മാത്രമേ എന്ത് ചെയ്യാൻ പറ്റുള്ളൂ? കസ്റ്റമേഴ്സിൻ്റെ എക്സ്പെക്റ്റേഷൻസ്, അവരുടെ എക്സ്പെക്റ്റേഷൻ എന്തോരാണെന്ന് മനസ്സിലാക്കാനും അതുപോലെ തന്നെ അവർ എക്സ്പെക്റ്റ് ചെയ്യുന്ന കൂടുതൽ പ്രൊവൈഡ് ചെയ്യാൻ നമുക്ക് സാധിക്കുകയുള്ളൂ. അതാണ് കസ്റ്റമർ റിലേഷൻഷിപ്പിലുള്ളത്. ലാസ്റ്റ് പോയിന്റ് ആണ് മാർക്കറ്റിംഗ് റിസർച്ച്. ദിസ് ഈസ് എ പെർവേസീവ് ഫങ്ഷൻ ഓഫ് മാർക്കറ്റിംഗ്. എന്താണ്? കണ്ടിന്യൂസ് ആയിട്ടുള്ള ഒരു ഫംഗ്ഷനാണ് മാർക്കറ്റിംഗ്, ഒരു കണ്ടിന്യൂസ് ഫംഗ്ഷനാണ് ഈ മാർക്കറ്റിംഗ് റിസർച്ച് എന്നത്. It is through systematic marketing research a firm identifies the target market
നീഡ്സ് ആൻഡ് വാണ്ട്സ് ഓഫ് കസ്റ്റമേഴ്സ്, ഡെവലപ്പ്, കമ്മ്യൂണിക്കേറ്റ് ആൻഡ് ഡെലിവർ പ്രൊഡക്ട്സ് ആൻഡ് സർവീസസ്. അപ്പോൾ ഇങ്ങനെ മാർക്കറ്റ് റിസർച്ച് വെച്ചാൽ മാർക്കറ്റിൽ നടക്കുന്ന കാര്യങ്ങൾ എന്താണെന്ന് കൃത്യം അറിയണം. ഏതൊക്കെ ഗുഡ്സിനാണ് വാല്യൂ ഉള്ളത്, അല്ലെങ്കിൽ ഏതൊക്കെ ഗുഡ്സിനാണ് കസ്റ്റമേഴ്സ് കൂടുതൽ ഇമ്പോർട്ടൻസ് നൽകുന്നത്, അതൊക്കെ മനസ്സിലാക്കിയാൽ മാത്രമേ നമ്മളുടെ പ്രൊഡക്റ്റിന് മാർക്കറ്റിൽ നിൽക്കാൻ പറ്റുമോ, പിടിച്ചിരിക്കാൻ പറ്റുമോ ഇല്ലയോ, അല്ലെങ്കിൽ പ്രോഫിറ്റ് ഉണ്ടാക്കാൻ പറ്റുമോ ഇല്ലയോ എന്നൊക്കെ മനസ്സിലാക്കാൻ പറ്റുള്ളൂ. അപ്പോൾ ഈ ഒരു മാർക്കറ്റ് റിസർച്ചിലൂടെ ടാർഗറ്റ് മാർക്കറ്റിൻ്റെ നീഡ്സും വാണ്ട്സും, കസ്റ്റമേഴ്സിൻ്റെ നീഡ്സും വാണ്ട്സ് ഐഡൻറ്റിഫൈ ചെയ്യുക, അതുപോലെ തന്നെ അങ്ങനെയുള്ള പ്രൊഡക്ട്സ് ഡെവലപ്പ് ചെയ്യുക, അത് ഈ കൺസ്യൂമേഴ്സായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുക, എന്നിട്ട് ആ പ്രൊഡക്ട്സും സർവീസസും ഡെലിവർ ചെയ്യുക. അപ്പോൾ ഇതൊക്കെയാണ് മാർക്കറ്റിംഗ് റിസർച്ചിലുള്ളത്. അപ്പോൾ നമ്മൾ പറഞ്ഞത് എന്തൊക്കെയാണ്? നമ്മൾ പറഞ്ഞത് സ്കോപ്പ് ഓഫ് മാർക്കറ്റിംഗ് ആണ്. മെയിനായിട്ട് 7 ഏരിയാസ് ആണ് മാർക്കറ്റിംഗ് കവർ ചെയ്യുന്നത്. 5th ക്വസ്റ്റ്യൻ ആണ്, വാട്ട് ആർ ദ വേരിയസ് ഫങ്ഷൻ ഓഫ് മാർക്കറ്റിംഗ്? ഫങ്ഷൻസ് ഓഫ് മാർക്കറ്റിംഗ് നമുക്ക് 4ആയിട്ട് ക്ലാസിഫൈ ചെയ്യാം, അല്ലെങ്കിൽ 4 ഇമ്പോർട്ടൻറ്റ് ഫങ്ഷൻസ് ആണ് മെയിനായിട്ട് മാർക്കറ്റിംഗിനുള്ളത്. ഫങ്ഷൻ ഓഫ് എക്സ്ചേഞ്ച്, ഫങ്ഷൻ ഓഫ് ഫിസിക്കൽ സപ്ലൈ, ഫെസിലിറ്റേറ്റിംഗ് ഫങ്ഷൻ ആൻഡ് ലാസ്റ്റ് വൺ ഇസ് മാർക്കറ്റ് ഇൻഫർമേഷൻ. ഇങ്ങനെ 4 മേജർ ഫങ്ഷൻസ് ആണ് മാർക്കറ്റിംഗ് പ്ലേ ചെയ്യുന്നത്. നമുക്കിനി ഓരോന്ന് എന്തൊക്കെയാണെന്ന് നോക്കാം. ഫസ്റ്റ് വൺ ആണ് ഫങ്ഷൻ ഓഫ് എക്സ്ചേഞ്ച്. ഫങ്ഷൻ ഓഫ് എക്സ്ചേഞ്ച് നമുക്ക് 2ആയിട്ട് ക്ലാസിഫൈ ചെയ്യാം, ബൈയിങ് ആൻഡ് അസംബ്ലിങ്ങും അതുപോലെ തന്നെ സെല്ലിങ്ങും. അപ്പോൾ ബൈയിങ് ഉണ്ട്, സെല്ലിംഗ് ഉണ്ട്. ഇതാണ് മെയിനായിട്ടുള്ള ഫങ്ഷൻ ഓഫ് എക്സ്ചേഞ്ചിൽ വരുന്നത്. ബൈയിങ് ആൻഡ് അസംബ്ലിങ്. ബൈയിങ് ഈസ് ദ ഫസ്റ്റ് സ്റ്റേജ് ഇൻ ദ പ്രോസസ് ഓഫ് മാർക്കറ്റിംഗ്. നമ്മുടെ മാർക്കറ്റിംഗ് പ്രോസസ്സിലെ ഏറ്റവും ഫസ്റ്റ് സ്റ്റേജ് ആണ് ബൈയിങ് എന്നത്. മാനുഫാക്ചർ ഗുഡ്സ് പ്രൊഡ്യൂസ് ചെയ്യാൻ വേണ്ടി റോ മെറ്റീരിയൽസ് പർച്ചേസ് ചെയ്യുന്നു. അപ്പോൾ അവിടെ എന്ത് ചെയ്യുക? മാനുഫാക്ചർ റോ മെറ്റീരിയൽസ് ബൈ ചെയ്യാണ്. അതുപോലെ തന്നെ ഈ ഹോൾസെയിലർ എന്ത് ചെയ്യുന്നു? നമ്മുടെ മാനുഫാക്ചറിൻ്റെ കയ്യിൽ നിന്നാണ് ഗുഡ്സ് ബൈ ചെയ്യുന്നത്. എന്തിനു വേണ്ടി? അത് റീറ്റെയിലർക്ക് സെല് ചെയ്യാൻ വേണ്ടി. റീറ്റെയിലർ ഇതേപോലെ തന്നെ ഈ ഹോൾസെയിലർ അതിനെന്ത് വാങ്ങിക്കുന്നു? ഈ ഗുഡ്സ് പർച്ചേസ് ചെയ്യാൻ, അല്ലെങ്കിൽ ബൈ ചെയ്യാണ്, ടു സെൽ ദം ടു ദ കസ്റ്റമേഴ്സ്. അങ്ങനെ ഇവിടെ നമ്മുടെ ഈ മാർക്കറ്റിംഗ് എന്ന പ്രോസസ്സിലെ ഏറ്റവും ഫസ്റ്റ് സ്റ്റേജ് ആണ് ബൈയിങ് എന്നത്. ഇനി എന്താണ് അസംബ്ലിങ് എന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മുടെ സിമിലർ ഗുഡ്സ് സെല്ല് ചെയ്യാൻ വേണ്ടി സിമിലർ ഗുഡ്സിനെ ഒന്നിച്ച് പർച്ചേസ് ചെയ്യുകയാണെങ്കിൽ അതിന് വിളിക്കുന്ന പേരാണ് അസംബ്ലിങ് എന്ന് പറഞ്ഞിട്ടുള്ളത്. ബ്രിങ്ങിങ് ടുഗെദർ സിമിലർ ഗുഡ്സ് പർച്ചേസ് ഫ്രം ഡിഫറെൻറ്റ് സോഴ്സസ്. പല സോഴ്സിൽ നിന്നും പർച്ചേസ് ചെയ്ത നമ്മുടെ സിമിലർ ഗുഡ്സിനെ ഒന്നിച്ച് കൊണ്ടുവന്ന് നമ്മൾ വിൽക്കാൻ വേണ്ടി, ഫോർ ദ പർപ്പസ് ഓഫ് സെല്ല് ചെയ്യാൻ വേണ്ടി കൊണ്ടുവരികയാണെങ്കിൽ അതാണ് അസംബ്ലിങ് എന്ന് പറഞ്ഞിട്ടുള്ളത്. ഇനി രണ്ടാമത്തെയാണ് സെല്ലിംഗ്. നമ്മുടെ ഫങ്ഷണൽ എക്സ്ചേഞ്ചിലെ രണ്ടാമത്തെയാണ് സെല്ലിംഗ് എന്നത്. എന്താണ് സെല്ലിംഗ്? ഇറ്റ് ഈസ് ദ സ്റ്റേജ് where ownership and possession of the goods and services are transferred from the seller to the buyer. ആ ഒരു ഗുഡ്സിൻ്റെ ഓണർഷിപ്പും അതുപോലെ തന്നെ പൊസിഷൻ, അത് കയ്യിൽ വയ്ക്കാനുള്ള റൈറ്റും രണ്ടും നമ്മൾ ട്രാൻസ്ഫർ ചെയ്യുക, ഫ്രം ദ സെല്ലർ ടു ബയർ ട്രാൻസ്ഫർ ചെയ്യുകയാണെങ്കിൽ ആ ഒരു സ്റ്റേജിനെ വിളിക്കുന്ന പേരാണ് സെല്ലിംഗ് എന്ന് പറഞ്ഞിട്ടുള്ളത്. ഇതോടെ നമ്മുടെ ഫങ്ഷൻ ഓഫ് എക്സ്ചേഞ്ച് കംപ്ലീറ്റ് ആയി. ഫങ്ഷൻ ഓഫ് എക്സ്ചേഞ്ച് രണ്ടെണ്ണം ഉള്ളത്, ബൈയിങ്ങും സെല്ലിങ്ങും. നെക്സ്റ്റ് വൺ ആണ് ഫങ്ഷൻ ഓഫ് ഫിസിക്കൽ സപ്ലൈ. ഫങ്ഷൻ ഓഫ് ഫിസിക്കൽ സപ്ലൈയിലും ഇതേപോലെ രണ്ടെണ്ണം ഉള്ളത്, ട്രാൻസ്പോർട്ടേഷനും അതുപോലെ തന്നെ സ്റ്റോറേജ് ആൻഡ് വെയർഹൗസിംഗ്. In marketing, transportation means the movement of goods from the place of origin to the place of customers. മാർക്കറ്റിങ്ങിൽ ട്രാൻസ്പോർട്ടേഷൻ എന്ന് ഉദ്ദേശിച്ചത് എന്താണ്? നമ്മുടെ ഗുഡ്സിൻ്റെ പ്ലേസ് ഓഫ് ഒറിജിനിൽ നിന്ന് കസ്റ്റമേഴ്സിൻ്റെ പ്ലേസിലേക്ക് ഗുഡ്സിൻ്റെ മൂവ്മെൻറ്റിനെ സൂചിപ്പിക്കുന്ന ഒന്നാണ് ട്രാൻസ്പോർട്ടേഷൻ എന്നത്. അപ്പോൾ ഈ ട്രാൻസ്പോർട്ടേഷൻ എന്ന് പറയുമ്പോൾ ഏതൊക്കെ മോഡ് ഉപയോഗിക്കുന്നത്? റോഡ് ആവാം, വാട്ടർ ആവാം, എയർ ആവാം. എങ്ങനെയായാലും അത് വൺ പ്ലേസിൽ നിന്ന് മറ്റൊരു പ്ലേസിലേക്ക്, പ്ലേസ് ഓഫ് ഒറിജിനിൽ നിന്ന് കൺസ്യൂമറിൻ്റെ പ്ലേസിലേക്ക് എത്തുകയാണെങ്കിൽ അതിനെ വിളിക്കുന്ന പേരാണ് ട്രാൻസ്പോർട്ടേഷൻ എന്ന് പറഞ്ഞിട്ടുള്ളത്. നെക്സ്റ്റ് ആണ് സ്റ്റോറേജ് ആൻഡ് വെയർഹൗസിംഗ്. Storage and warehousing facilities are used by the manufacturer, wholesaler and retailer for preserving the raw material and finished product to ensure an uninterrupted and smooth supply of goods to customers. അപ്പോൾ എന്താണ് സ്റ്റോറേജും വെയർഹൗസിങ്ങും? നമുക്കറിയാം മാനുഫാക്ചർ എന്തൊക്കെ സ്റ്റോർ ചെയ്യണം? ഫിനിഷ് ഗുഡ് സ്റ്റോർ ചെയ്യേണ്ടി വരും, റോ മെറ്റീരിയൽ സ്റ്റോർ ചെയ്യേണ്ടി വരും. അപ്പോൾ അത് സൂക്ഷിച്ച് വെച്ചാൽ മാത്രമേ നമുക്ക് ക്വാളിറ്റി ഉള്ള ഗുഡ്സ് പ്രൊവൈഡ് ചെയ്യാൻ സാധിക്കുള്ളൂ. അതേപോലെ തന്നെ റീറ്റെയിലേഴ്സിന് പർച്ചേസ് ചെയ്യാൻ വേണ്ടി ഹോൾസെയിലേഴ്സ് എന്ത് ചെയ്യണം? അവർ വാങ്ങിച്ചു വെച്ച ഗുഡ്സ്, ബൾക്കിൽ വാങ്ങിച്ചു വെച്ച ഗുഡ്സൊക്കെ കൃത്യമായിട്ട് സ്റ്റോർ ചെയ്ത് വെക്കണം. സിമിലർലി റീറ്റെയിലറുടെ കയ്യിലും ഒരു ചെറിയ എമൗണ്ട് ഓഫ് സ്റ്റോക്കെങ്കിലും ഉണ്ടാവും. അപ്പോൾ അത് എന്തിനാ അവർ കൃത്യമായിട്ട് പ്രിസർവ് ചെയ്യണം. അപ്പോൾ നമ്മുടെ ഈ ഫങ്ഷൻ ഓഫ് ഫിസിക്കൽ സപ്ലൈയിൽ ട്രാൻസ്പോർട്ടേഷൻ എന്ന് പറയുമ്പോൾ അതിലും ഏറ്റവും ഇമ്പോർട്ടൻറ്റ് സാധനമാണ് ഈ സ്റ്റോറേജും വെയർഹൗസിംഗ് എന്നത്. എന്നാൽ മാത്രം നമുക്ക് ആ ഒരു ഗുഡ്സിൻ്റെ സ്മൂത്ത് സപ്ലൈക്ക് ഹെൽപ്പ് ചെയ്യുകയുള്ളൂ. നെക്സ്റ്റ് ആണ് ഫെസിലിറ്റേറ്റിംഗ് ഫങ്ഷൻസ്. എന്താണ്? സബ്സിഡറി ഫങ്ഷൻസ് ലൈക്ക്, അല്ലെങ്കിൽ നമ്മുടെ ഫങ്ഷൻസ് ഓഫ് മാർക്കറ്റിങ്ങിനെ സപ്പോർട്ട് ചെയ്യുന്ന ഫങ്ഷൻസ് ആണ് ഈ ഫെസിലിറ്റേറ്റിംഗ് ഫങ്ഷൻ എന്ന് പറഞ്ഞിട്ടുള്ളത്. ഈ ഫെസിലിറ്റേറ്റീവ് ഫങ്ഷനിൽ വരുന്ന മെയിനായിട്ട് 3 എന്നുള്ളത്
ഫിനാൻസിങ്, റിസ്ക് ബിയറിംഗ് ആൻഡ് സ്റ്റാൻഡർഡൈസേഷൻ ആൻഡ് ഗ്രേഡിംഗ്. ഫസ്റ്റ് വൺ ആണ് ഫിനാൻസിങ്. നമുക്കറിയാം മാർക്കറ്റിംഗ് എന്നൊരു എക്കണോമിക് പ്രോസസ്സാണ്. അതിന് നല്ല രീതിയിൽ മണി ആവശ്യമുള്ള സംഭവമാണ്. അപ്പോൾ അവൈലബിലിറ്റി ഓഫ് ഫണ്ട് അനുസരിച്ചിരിക്കും നമ്മുടെ മാർക്കറ്റിംഗ് ഫംഗ്ഷൻ്റെ എഫക്റ്റീവ്നെസ് എന്ന് പറഞ്ഞിട്ടുള്ളത്. നെക്സ്റ്റ് ആണ് റിസ്ക് ബിയറിംഗ്. നമുക്കറിയാം നമ്മുടെ റിസ്ക് എന്നത് എന്താണ്, എല്ലാ ബിസിനസ്സിലും ഉണ്ടാവുന്ന ഒന്നാണ് റിസ്ക് എന്നത്. അപ്പോൾ മാർക്കറ്റിംഗ് നോക്കുമ്പോൾ മാർക്കറ്റിങ്ങിൻ്റെ വെരി ഫസ്റ്റ് സ്റ്റേജ് തൊട്ട് റിസ്ക് സ്റ്റാർട്ട് ചെയ്യാണ്. അപ്പോൾ റിസ്ക് എന്ന് പറയുമ്പോൾ നമുക്ക് ലോസ് ഓഫ് ഗുഡ്സ് ഉണ്ടാവാം, അല്ലെങ്കിൽ നാച്ചുറൽ കലാമിറ്റി. നമുക്കറിയാം ഈ വെയർ ഹൗസ് ഒക്കെ ചെയ്യുമ്പോൾ നമുക്ക് ഫ്ലഡോ എന്തെങ്കിലും വന്നു കഴിഞ്ഞാൽ ആ സാധനങ്ങൾ ഫുള്ളും പോകും, അല്ലെങ്കിൽ തെഫ്റ്റ് കാരണമാവാം, അല്ലെങ്കിൽ ഫയർ, ഫ്ലഡ്, ഇങ്ങനെ എന്ത് വേണമെങ്കിൽ വന്നിട്ട് നമുക്ക് ഗുഡ്സ് നഷ്ടപ്പെടാം. അപ്പോൾ എപ്പോഴും ഒരു മാർക്കറ്റർ എന്ത് ചെയ്യണം, എപ്പോഴും പ്രിപ്പയർഡ് ആയിരിക്കണം. അവർ റിസ്ക് ഫേസ് ചെയ്യാൻ വേണ്ടി പ്രിപ്പയർഡ് ആയിട്ടാണ് അവർ എപ്പോഴും ബിസിനസ് മുന്നോട്ട് പോകാൻ വേണ്ടി. അപ്പോൾ ഒരു റിസ്ക് ബിയറിംഗ് എന്നത് മാർക്കറ്റിംഗ് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു ഫംഗ്ഷനാണ് റിസ്ക് ബിയറിംഗ്. നെക്സ്റ്റ് ആണ് സ്റ്റാൻഡർഡൈസേഷൻ ആൻഡ് ഗ്രേഡിംഗ്. എന്താണ് സ്റ്റാൻഡർഡൈസേഷൻ? നമ്മൾ ഉണ്ടാക്കുന്ന പ്രൊഡക്റ്റിന് കുറച്ച് സ്റ്റാൻഡേർഡ് ഫിക്സ് ചെയ്യാം. ക്വാളിറ്റിയിലായിക്കോട്ടെ, ക്വാണ്ടിറ്റി, സൈസ്, അങ്ങനെ അതർ ഫീച്ചേഴ്സ് എല്ലാത്തിനും വേണ്ടി സ്റ്റാൻഡേർഡ് കീപ്പ് ചെയ്യാം. എന്നാൽ മാത്രമേ, എന്നിട്ട് എന്ത് ചെയ്യണം, മാനുഫാക്ചർ ആ ഗുഡ്സ് പ്രൊഡ്യൂസ് ചെയ്യുമ്പോൾ അല്ലെങ്കിൽ ഒരു പ്രൊഡക്റ്റ് പ്രൊഡ്യൂസ് ചെയ്യുമ്പോൾ ആ സ്റ്റാൻഡേർഡ് അനുസരിച്ചുള്ള പ്രൊഡക്റ്റ് വേണം പ്രൊഡ്യൂസ് ചെയ്യാൻ വേണ്ടി. അങ്ങനെ ഫിക്സഡ് സ്റ്റാൻഡേർഡ് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ എല്ലാ പ്രൊഡക്റ്റും യൂണിഫോം ആയിട്ടുള്ള ഒരു ക്വാളിറ്റി, ക്വാണ്ടിറ്റി മെയിൻറ്റെയിൻ ചെയ്യാൻ വേണ്ടി സാധിക്കും. അതാണ് സ്റ്റാൻഡർഡൈസേഷൻ എന്ന് പറഞ്ഞിട്ടുള്ളത്. സ്റ്റാൻഡർഡൈസേഷൻ റെഫേഴ്സ് ടു ഫിക്സിംഗ് ആൻഡ് മെയിൻറ്റെയിനിങ് ദ സ്റ്റാൻഡേർഡ് ഫോർ ക്വാളിറ്റി, ക്വാണ്ടിറ്റി, സൈസ് ആൻഡ് അതർ ഫീച്ചർ ഓഫ് ദ പ്രൊഡക്റ്റ്. അപ്പോൾ എന്തൊക്കെയാണ് രണ്ട് ഫേസ് ഉള്ള സ്റ്റാൻഡർഡൈസേഷനിൽ? ഫിക്സിംഗ് ദ സ്റ്റാൻഡേർഡ്, ആദ്യം സ്റ്റാൻഡേർഡ് ഫിക്സ് ചെയ്യുക, പിന്നെ മാനുഫാക്ചറിംഗ് ദ പ്രൊഡക്റ്റ് ആസ് പെർ ദ സ്റ്റാൻഡേർഡ് ഫിക്സ് ചെയ്യാം. പിന്നെ എന്ത് ചെയ്യുക, നമ്മൾ ഉണ്ടാക്കുന്ന പ്രൊഡക്റ്റിന് അങ്ങനെ ആ സ്റ്റാൻഡേർഡ് ഫിക്സ് ചെയ്തനുസരിച്ച് വേണം പ്രൊഡക്റ്റ് മാനുഫാക്ചർ ചെയ്യാൻ വേണ്ടി. നെക്സ്റ്റ് ആണ് എന്താണ് ഗ്രേഡിംഗ് നോക്കാം. എന്താണ് ഗ്രേഡിംഗ്? ഗ്രേഡിംഗ് ഈസ് എ പാർട്ട് ഓഫ് സ്റ്റാൻഡർഡൈസേഷൻ. സ്റ്റാൻഡർഡൈസേഷൻ്റെ ഒരു പാർട്ട് മാത്രമാണ് ഗ്രേഡിംഗ് എന്നത്. ഇറ്റ് ഈസ് എ പ്രോസസ് ഓഫ് ക്ലാസിഫൈങ് ദ പ്രൊഡക്റ്റ് ഓൺ ദ ബേസിസ് ഓഫ് ക്വാളിറ്റി, സൈസ്, ഷേപ്പ്, കളർ, വെയ്റ്റ് എക്സെട്ര. നമ്മുടെ കയ്യിലുള്ള പ്രൊഡക്റ്റിനെ നമ്മൾ എന്ത് ചെയ്യാണ്, അതിൻ്റെ ക്വാളിറ്റിയും സൈസും ഷേപ്പും കളറും വെയ്റ്റ് ഒക്കെ വെച്ച് നമ്മൾ തന്നെ ക്ലാസിഫൈ ചെയ്യുകയാണെങ്കിൽ അതിന് വിളിക്കുന്ന പേരാണ് ഗ്രേഡിംഗ് എന്ന് പറഞ്ഞിട്ടുള്ളത്. ലാസ്റ്റ് വൺ ആണ് മാർക്കറ്റ് ഇൻഫോർമേഷൻ എന്നത്. റിലവൻ്റ് ആയിട്ടുള്ള അല്ലെങ്കിൽ കറക്റ്റ് ആയിട്ടുള്ള മാർക്കറ്റ് ഇൻഫോർമേഷൻ കളക്ട് ചെയ്യുക എന്നത് ഏറ്റവും ഇമ്പോർട്ടൻറ്റ് ഫംഗ്ഷനാണ് മാർക്കറ്റിങ്ങിൻ്റെ. ഒരു മാർക്കറ്റർ എന്ത് ചെയ്യണം, കൃത്യമായിട്ടുള്ള കൺസ്യൂമറുടെ വാണ്ട്സും നീഡ്സും അതിന് എല്ലാ ഇൻഫോർമേഷൻസും കളക്ട് ചെയ്യണം. അതുപോലെ ഇപ്പോഴത്തെ മാർക്കറ്റ് കണ്ടീഷൻ എങ്ങനെയാണെന്നും കോമ്പറ്റീറ്റേഴ്സിൻ്റെ പ്രൊഡക്ട്സ് എങ്ങനെയാണെന്നും അങ്ങനെ എല്ലാ കാര്യങ്ങളെ പറ്റിയുള്ള ഇൻഫോർമേഷൻ കളക്ട് ചെയ്താൽ മാത്രമേ അദ്ദേഹത്തിൻ്റെ പ്രൊഡക്ട്സിലും അത് കൊണ്ടുവന്ന് അതിനെ പ്രോഫിറ്റബിൾ ആക്കാൻ വേണ്ടി സാധിക്കുകയുള്ളൂ. ഇതാണ് മാർക്കറ്റ് ഇൻഫോർമേഷൻ. അപ്പോൾ നമ്മളിപ്പോൾ ഡിസ്കസ് ചെയ്തത് ഫംഗ്ഷൻ ഓഫ് മാർക്കറ്റിംഗ് ആണ്. മെയിനായിട്ട് 4 ഫംഗ്ഷൻസ് ഉള്ളത്: ഫംഗ്ഷൻ ഓഫ് എക്സ്ചേഞ്ച്, ഫംഗ്ഷൻ ഓഫ് ഫിസിക്കൽ സപ്ലൈ, ഫെസിലിറ്റേറ്റിംഗ് ഫംഗ്ഷൻ, മാർക്കറ്റ് ഇൻഫോർമേഷൻ. പിന്നെ ഇതിൻ്റെ അടിയിലും കുറച്ച് സബ് ക്ലാസിഫിക്കേഷൻസ് വരുന്നുണ്ട്. ക്ലിയർ ആയല്ലോ? വാട്ട് ആർ ദ വേരിയസ് കൺസെപ്റ്റ് ഓഫ് മാർക്കറ്റിംഗ്? മാർക്കറ്റിംഗ് കൺസെപ്റ്റ് നമുക്ക് 5 ആയിട്ട് ക്ലാസിഫൈ ചെയ്യാം: പ്രൊഡക്ഷൻ, പ്രോഡക്റ്റ്, സെയിൽസ്, മാർക്കറ്റ് ആൻഡ് സോഷ്യൽ. ഇങ്ങനെ 5 ആയിട്ട് നമുക്ക് ക്ലാസിഫൈ ചെയ്യാം. ഇനി ഇത് എന്തൊക്കെയാണ് നമുക്ക് നോക്കാം. ഫസ്റ്റ് കൺസെപ്റ്റ് ആണ് പ്രൊഡക്ഷൻ കൺസെപ്റ്റ്. പ്രൊഡക്ഷൻ കൺസെപ്റ്റ് വെച്ച് കഴിഞ്ഞാൽ ഇവിടെ മെയിനായിട്ട് ഉദ്ദേശിക്കുന്നത് മാസ് പ്രൊഡക്ഷൻ നടത്തി കോസ്റ്റ് റെഡ്യൂസ് ചെയ്യുക. അതാണ് പ്രൊഡക്ഷൻ കൺസെപ്റ്റിലുള്ളത്. അപ്പോൾ ദ ഫേം ഫോക്കസ് ഓൺ റെഡ്യൂസിങ് കോസ്റ്റ് ബൈ ദ വേ ഓഫ് മാസ് പ്രൊഡക്ഷൻ. എങ്ങനെയാണ് മാസ് പ്രൊഡക്ഷൻ വച്ചിട്ട് നമ്മൾ എന്ത് ചെയ്യുക, നമ്മുടെ കോസ്റ്റ് റെഡ്യൂസ് ചെയ്യുക. നെക്സ്റ്റ് ആണ് പ്രോഡക്റ്റ് കൺസെപ്റ്റ്. This concept tries to introduce the best product based on quality and feature. പ്രൊഡക്റ്റ് കൺസെപ്റ്റ് വെച്ച് കഴിഞ്ഞാൽ എന്താണ്, ബെസ്റ്റ് പ്രൊഡക്റ്റ് ഇൻട്രൊഡ്യൂസ് ചെയ്യുക. അതുപോലെ തന്നെ അത് എന്തിലാണ് ബെസ്റ്റ് പ്രൊഡക്റ്റ് എന്ന് വെച്ച് കഴിഞ്ഞാൽ അതിൻ്റെ ക്വാളിറ്റിയുടെ ബേസിലും അതിൻ്റെ ഫീച്ചേഴ്സിൻ്റെ ബേസിലും ആ പ്രൊഡക്റ്റ് ബെസ്റ്റ് ആയിരിക്കണം. അതാണ് രണ്ടാമത്തെ കൺസെപ്റ്റ്, പ്രൊഡക്റ്റ് കൺസെപ്റ്റ്. തേർഡ് വൺ ആണ് സെയിൽസ് കൺസെപ്റ്റ്. സെയിൽസ് കൺസെപ്റ്റ് വെച്ച് ഉദ്ദേശിക്കുന്നത് എന്താണ്, കൃത്യമായിട്ടുള്ള എഫക്റ്റീവായിട്ടുള്ള ഡിസ്ട്രിബ്യൂഷൻ ചാനലും അതുപോലെ തന്നെ അഡ്വർടൈസ്മെൻറ്റും വെച്ച് സെയിൽസ് വോളിയം ഇൻക്രീസ് ചെയ്യുക. നാലാമത്തെയാണ് മാർക്കറ്റ് കൺസെപ്റ്റ്. എന്താണ് മാർക്കറ്റ് കൺസെപ്റ്റ്? നമുക്കറിയാം മാർക്കറ്റിംഗ് പ്രോസസ്സിൻ്റെ കീ എലമെൻ്റ് ആണ് കസ്റ്റമേഴ്സ് എന്നത്. അപ്പോൾ എല്ലാ ഫേംസും എന്താ നോക്കുന്നത്, മാർക്കറ്റ് സർവേയും റിസർച്ചും നടത്തി കൺസ്യൂമേഴ്സിൻ്റെ വാണ്ട്സും നീഡ്സും എന്താണെന്നാണ് ഫേം മനസ്സിലാക്കാൻ ആദ്യം ശ്രമിക്കുന്നത്. കാരണം നമ്മുടെ ബിസിനസ്സിൻ്റെ ഇപ്പോഴത്തെ നമ്മുടെ മാർക്കറ്റിംഗ് അല്ലെങ്കിൽ ഇപ്പോഴത്തെ മോഡേൺ ബിസിനസ്സിൻ്റെ ഒരു സ്ട്രാറ്റജി അനുസരിച്ച് കസ്റ്റമേഴ്സാണ് കിങ് ആയിട്ട് കാണുന്നത്. കാരണം കസ്റ്റമേഴ്സിൻ്റെ ആവശ്യങ്ങൾ അനുസരിച്ചാണ് ഇപ്പോൾ പ്രൊഡക്ട്സ് മാർക്കറ്റിൽ കൊണ്ടുവരുന്നത്. ലാസ്റ്റ് വൺ ആണ് സോഷ്യൽ കൺസെപ്റ്റ്. അപ്പോൾ സോഷ്യൽ കൺസെപ്റ്റ് എന്ന് വെച്ചാൽ എന്തൊക്കെ വരുന്നുണ്ട്, അവിടെ കൺസ്യൂമേഴ്സിൻ്റെ വാണ്ട് അത് കൺസിഡർ ചെയ്യണം, നമ്മുടെ ആവശ്യങ്ങൾ കൺസിഡർ ചെയ്യണം. അതുപോലെ തന്നെ ഫേമിന് റിക്വയർമെൻറ്റ്സ് ഉണ്ട്, അത് കൺസിഡർ ചെയ്യണം. അതുപോലെ തന്നെ സൊസൈറ്റി ലോങ് ടേം ഇൻട്രസ്റ്റ്,
നമ്മൾ കൺസ്യൂമേഴ്സിൻ്റെ ആവശ്യങ്ങളനുസരിച്ച് മാത്രം മുന്നോട്ട് പോയിട്ട് കാര്യമില്ല. നമ്മുടെ ഫേമും ഡെവലപ്പ് ആവണം. അപ്പോൾ ഫേമിൻ്റെ റിക്വയർമെൻറ്റ് നോക്കണം. എന്നാൽ അതുപോലെ നമ്മുടെ സൊസൈറ്റിക്ക് ഹാംഫുൾ അല്ലാത്ത രീതിയിൽ നമ്മൾ പ്രൊഡക്ട്സ് ഉണ്ടാക്കുക. അപ്പോൾ സൊസൈറ്റീസ് ലോങ് ടേം ഇൻട്രസ്റ്റ് കൂടിയും കൺസിഡർ ചെയ്യണം. അതാണ് സോഷ്യൽ കൺസെപ്റ്റിലൂടെ പറയുന്നത്. അപ്പോൾ സോഷ്യൽ റെസ്പോൺസിബിലിറ്റി എന്നത് ഒരു ഫേമിൻ്റെ ഏറ്റവും വലിയ റെസ്പോൺസിബിലിറ്റിയാണ് ഇപ്പോൾ കാണുന്നത്. അപ്പോൾ സോഷ്യൽ റെസ്പോൺസിബിലിറ്റി ഉണ്ടോ എല്ലാ ഫേമിനും. അപ്പോൾ നമ്മളിപ്പോൾ ഒരു മാർക്കറ്റിംഗ് ആക്ടിവിറ്റി ചെയ്യുമ്പോൾ അത് സൊസൈറ്റിയുടെ ഇൻട്രസ്റ്റിനെ ഹാം ചെയ്യാത്ത രീതിയിൽ വേണം നമ്മൾ മാർക്കറ്റിംഗ് ആക്ടിവിറ്റീസ് മുന്നോട്ട് കൊണ്ടുപോകാൻ വേണ്ടി. അതാണ് സോഷ്യൽ കൺസെപ്റ്റ്. മെയിനായിട്ട് 5 കൺസെപ്റ്റ് ഉള്ളത് ഏതൊക്കെയാണ്? പ്രൊഡക്ഷൻ കൺസെപ്റ്റ്, പ്രൊഡക്റ്റ് കൺസെപ്റ്റ്, സെയിൽസ് കൺസെപ്റ്റ്, മാർക്കറ്റ് കൺസെപ്റ്റ് ആൻഡ് ലാസ്റ്റ് ഇസ് സോഷ്യൽ കൺസെപ്റ്റ്. 7th ക്വസ്റ്റ്യൻ ആണ്, വാട്ട് ആർ ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് മാർക്കറ്റ്. അപ്പോൾ ടൈപ്സ് ഓഫ് മാർക്കറ്റ് നമുക്ക് 8 ബേസിസിൽ ഡിവൈഡ് ചെയ്യാം. ഫസ്റ്റ് ഓൺ ദ ബേസിസ് ഓഫ് പ്ലേസ്, ടൈം, സെയിൽസ്, ഗുഡ്സ്, യൂസ് ഓഫ് ഗുഡ്സ്, നേച്ചർ ഓഫ് ഗുഡ്സ്, കോമ്പറ്റീഷൻ, നേച്ചർ ഓഫ് ട്രാൻസാക്ഷൻ. പ്ലേസ് എന്ന് പറയുമ്പോൾ അതിനടിയിൽ 4 വരുന്നുണ്ട്. ലോക്കൽ, റീജിയണൽ, നാഷണൽ, ഇൻ്റർനാഷണൽ. ടൈം വെരി ഷോർട്ട് പീരീഡ്, ലോങ് പീരീഡ്. സെയിൽസ് ഹോൾസെയിൽ, റീറ്റെയിൽ, ഗുഡ്സ്, പ്രോഡക്റ്റ്, സർവീസ്. യൂസ് ഓഫ് ഗുഡ്സ് കൺസ്യൂമർ, ഇൻഡസ്ട്രിയൽ. നേച്ചർ ഓഫ് ഗുഡ്സ് ഫിനാൻഷ്യൽ, കമ്മോഡിറ്റി. കോമ്പറ്റീഷൻ perfect competition, imperfect competition, monopoly competition, monopolistic, oligopoly and duopoly competition. Nature of transaction, sport and future. ഇത്രയും ക്ലാസിഫിക്കേഷൻസ് ഉള്ളത്. ഇനി ഇത് എന്തൊക്കെയാണ് നമുക്ക് ഡീപ്പായിട്ട് നോക്കാം. ഫസ്റ്റ് വൺ ആണ് പ്ലേസ് ഓർ ജോഗ്രഫിക്കൽ ഏരിയ മാർക്കറ്റ്. അതിലൊന്നാമത്തെയാണ് ലോക്കൽ മാർക്കറ്റ്. ലോക്കൽ മാർക്കറ്റ് വെച്ച് കഴിഞ്ഞാൽ അവിടെ ഒരു പർട്ടിക്കുലർ ഏരിയയിലുള്ള പീപ്പിളിന് മാത്രം ഗുഡ്സ് ആൻഡ് സർവീസ് ഓഫർ ചെയ്യുകയാണെങ്കിൽ അതിന് വിളിക്കുന്ന പേരാണ് ലോക്കൽ മാർക്കറ്റ് എന്ന് പറഞ്ഞിട്ടുള്ളത്. അതൊരു സിറ്റിയോ ടൗണോ വില്ലേജ് മാർക്കറ്റോ ആയിരിക്കാം. നെക്സ്റ്റ് ആണ് റീജിയണൽ മാർക്കറ്റ്. റീജിയണൽ മാർക്കറ്റ് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ലോക്കൽ മാർക്കറ്റിനേക്കാളും കുറച്ചുകൂടി വലുതാണ് റീജിയണൽ മാർക്കറ്റ് എന്നത്. അപ്പോൾ ഇതൊരു പർട്ടിക്കുലർ സ്റ്റേറ്റോ അല്ലെങ്കിൽ പർട്ടിക്കുലർ സിറ്റിയോ ടൗണോ എന്നല്ല, ഇതൊരു പർട്ടിക്കുലർ ഏരിയ, ഒരു കൺട്രിയുടെ തന്നെ ഒരു പർട്ടിക്കുലർ ഏരിയനെ കവർ ചെയ്യുന്നതാണ് റീജിയണൽ മാർക്കറ്റ്. ഫോർ എക്സാമ്പിൾ നോർത്തേൺ പാർട്ട് ഓഫ് നേഷൻ അല്ലെങ്കിൽ സദേൺ പാർട്ട് ഓഫ് നേഷൻ, അങ്ങനെയൊക്കെ. അതാണ് റീജിയണൽ മാർക്കറ്റ് എന്ന് പറഞ്ഞിട്ടുള്ളത്. നെക്സ്റ്റ് ആണ് നാഷണൽ മാർക്കറ്റ്. നാഷണൽ മാർക്കറ്റ് എന്താണ്? നമ്മുടെ ഓൾ നേഷൻ, നമ്മുടെ ഫുൾ രാജ്യത്തിനെ കവർ ചെയ്യുന്ന ഒരു മാർക്കറ്റിംഗ് സിസ്റ്റമാണ് നാഷണൽ മാർക്കറ്റ് എന്ന് പറഞ്ഞിട്ടുള്ളത്. നെക്സ്റ്റ് ആണ് ഇന്റർനാഷണൽ മാർക്കറ്റ്. ഇന്റർനാഷണൽ മാർക്കറ്റിൻ്റെ വേറെ പേരാണ് ഗ്ലോബൽ മാർക്കറ്റ്. ഇത് ഒരു രാജ്യത്തിലൊന്നും ഒതുങ്ങി നിൽക്കുന്നതല്ല, ഇത് നമ്മൾ ഡിഫറെൻറ്റ് നേഷൻസ് കണക്ട് ചെയ്യുന്ന ഒരു മാർക്കറ്റാണ് ഇന്റർനാഷണൽ മാർക്കറ്റ് എന്നത്. നമുക്ക് കസ്റ്റമേഴ്സിന് വേറെ രാജ്യങ്ങളിൽ നിന്നും പ്രൊഡക്ട്സ് വാങ്ങിക്കാനും സെല് ചെയ്യാനും സാധിക്കുന്ന ഒരു മാർക്കറ്റാണ് ഇന്റർനാഷണൽ മാർക്കറ്റ്. സെക്കൻഡ് ക്ലാസിഫിക്കേഷൻ ബേസ് ആണ് ടൈം മാർക്കറ്റ്. അപ്പോൾ ടൈം മാർക്കറ്റിൽ മെയിനായിട്ട് വരുന്നത് 3 ഉള്ളത്. വെരി ഷോർട്ട് പീരീഡ് മാർക്കറ്റ് ആൻഡ് ലോങ് പീരീഡ് മാർക്കറ്റ്. നമുക്ക് ആദ്യം എന്താണ് വെരി ഷോർട്ട് പീരീഡ് മാർക്കറ്റ് വെച്ച് നോക്കാം. അപ്പോൾ എന്താണ് വെരി ഷോർട്ട് പീരീഡ് മാർക്കറ്റ്? അത് വളരെ ഷോർട്ട് ടൈമിൽ മാത്രം ഉണ്ടാകുന്ന ഒരു മാർക്കറ്റാണ് വെരി ഷോർട്ട് പീരീഡ് മാർക്കറ്റ് എന്നത്. ഒരു സിംഗിൾ ഡേയോ അല്ലെങ്കിൽ ഒരു ഫ്യൂ ഡേയ്സിൽ മാത്രമുള്ള ഒരു മാർക്കറ്റാണ് വെരി ഷോർട്ട് പീരീഡ് മാർക്കറ്റ്. നെക്സ്റ്റ് ആണ് ഷോർട്ട് പീരീഡ് മാർക്കറ്റ്. നമ്മുടെ വെരി ഷോർട്ട് പീരീഡ് മാർക്കറ്റിനേക്കാളും കുറച്ചുകൂടി ടെൻഷൻ അല്ലെങ്കിൽ ടൈം കൂടുതലുള്ളതാണ് ഷോർട്ട് പീരീഡ് മാർക്കറ്റ്. പക്ഷേ കുറേ ടൈമൊന്നുമില്ല. എന്നാൽ ഓൺലി ഫോർ എ ഫ്യൂ വീക്ക്, ഒരു വീക്കിലേക്കോ അല്ലെങ്കിൽ ഫ്യൂ വീക്സിലേക്കോ ലാസ്റ്റ് ചെയ്യുന്ന ഒരു മാർക്കറ്റാണ് ഷോർട്ട് പീരീഡ് മാർക്കറ്റ് എന്ന് പറഞ്ഞിട്ടുള്ളത്. ലാസ്റ്റ് വൺ ആണ് ലോങ് പീരീഡ് മാർക്കറ്റ്. എന്താണ്? ഡ്യൂറബിൾ ഗുഡ്സ്, പെട്ടെന്ന് ചീത്തയാവാത്ത അല്ലെങ്കിൽ കുറേ നിൽക്കുന്ന ഗുഡ്സ് വിൽക്കുന്ന ഒരു മാർക്കറ്റാണ് ലോങ് പീരീഡ് മാർക്കറ്റ്. ഒരു ലോങ് ടൈമിലേക്ക് എന്ത് ചെയ്യാൻ പറ്റും? നമ്മുടെ പ്രൊഡക്ഷനും സപ്ലൈക്ക് അഡ്ജസ്റ്റ് ചെയ്ത് ഡിമാൻഡ് ആൻഡ് അഡ്ജസ്റ്റ് ചെയ്ത് ലോങ് പീരീഡിലേക്ക്, ലോങ് ടൈമിലേക്ക് നിലനിൽക്കാൻ പറ്റുന്ന ഒരു മാർക്കറ്റാണ് ലോങ് പീരീഡ് മാർക്കറ്റ് എന്ന് പറഞ്ഞിട്ടുള്ളത്. നെക്സ്റ്റ് ബേസ് ആണ് സെയിൽസ് മാർക്കറ്റ്. സെയിൽസിൻ്റെ ഒരു ബേസിസിൽ നമുക്ക് മാർക്കറ്റ് 2 ആയിട്ട് ക്ലാസിഫൈ ചെയ്യാം. ഹോൾസെയിൽ മാർക്കറ്റും റീറ്റെയിൽ മാർക്കറ്റും. മാർക്കറ്റ് എന്താണ് ഹോൾസെയിൽ മാർക്കറ്റ്? ഗുഡ്സ് ബൾക്ക് ക്വാണ്ടിറ്റീസിൽ വിൽക്കുന്ന ഒരു മാർക്കറ്റാണ് ഹോൾസെയിൽ മാർക്കറ്റ് എന്നത്. ഈ ഒരു മാർക്കറ്റിൻ്റെ കൺസ്യൂമേഴ്സ് എപ്പോൾ ആയിരിക്കും? റീറ്റെയിൽ ഷോപ്പേഴ്സ് അല്ലെങ്കിൽ റീറ്റെയിലേഴ്സ് ആയിരിക്കും ഇതിൻ്റെ മെയിൻ ആയിട്ടുള്ള കൺസ്യൂമേഴ്സ് എന്നത്. അപ്പോൾ ഈ റീറ്റെയിലേഴ്സ് ആണ് എന്ത് ചെയ്യുന്നത്? നമ്മുടെ കൺസ്യൂമേഴ്സിലേക്ക് സ്മോൾ ക്വാണ്ടിറ്റീസ് ആയിട്ട് ഗുഡ്സ് വിൽക്കുന്നത്. ഇനി അടുത്താണ് റീറ്റെയിൽ മാർക്കറ്റ്. എന്താണ് റീറ്റെയിൽ മാർക്കറ്റ്? കൺസ്യൂമേഴ്സിലേക്ക് നേരിട്ട് ഗുഡ്സ് വിൽക്കുന്ന ഒരു മാർക്കറ്റാണ് റീറ്റെയിൽ മാർക്കറ്റ്. അത് ഏറ്റവും സ്മോൾ ക്വാണ്ടിറ്റീസിലേക്ക് അവർ കൺസ്യൂമേഴ്സിലേക്ക് എത്തിക്കുക. അപ്പോൾ കൺസ്യൂമേഴ്സ് ഗുഡ്സ് പർച്ചേസ് ചെയ്യുന്ന അവിടെ നിന്നായിരിക്കും എപ്പോഴും റീറ്റെയിൽ മാർക്കറ്റിനായിരിക്കും അവരെ ഡെയിലി കൺസപ്ഷന് വേണ്ടി ഗുഡ്സ് പർച്ചേസ് ചെയ്യുന്നത് ഈ റീറ്റെയിൽ മാർക്കറ്റിൽ നിന്നായിരിക്കും. നെക്സ്റ്റ് ബേസ് ആണ് ടൈപ്സ് ഓഫ് ഗുഡ്സ് ബേസിൽ നമുക്ക് എന്ത് ചെയ്യാം? മാർക്കറ്റിനെ ക്ലാസിഫൈ ചെയ്യാം. ഒന്നാമത്തെയാണ് പ്രൊഡക്റ്റ് മാർക്കറ്റ്, രണ്ടാമത്തെ സർവീസ് മാർക്കറ്റ്. അപ്പോൾ എന്താണ് പ്രൊഡക്റ്റ് മാർക്കറ്റ്?
ടാഞ്ചിബിൾ ഗുഡ്സും അല്ലെങ്കിൽ ഫിസിക്കൽ ഫോമായിട്ടുള്ള ഗുഡ്സിനെ നമ്മൾ കൺസ്യൂമേഴ്സിൽ ഡെലിവർ ചെയ്യുകയാണെങ്കിൽ അങ്ങനത്തെയുള്ള ഗുഡ്സ് ഡെലിവർ ചെയ്യുന്ന ഒരു മാർക്കറ്റാണ് പ്രൊഡക്റ്റ് മാർക്കറ്റ് എന്ന് പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ ഇങ്ങനത്തെ അവരുടെ ആ ഒരു പ്രൊഡക്റ്റ് മാർക്കറ്റിലെ ഗുഡ്സ് എന്തുണ്ടാവും, അവർക്ക് ടാഞ്ചിബിൾ ഇൻ നേച്ചർ ആയിരിക്കും, അതുപോലെ തന്നെ ഫിസിക്കൽ എക്സിസ്റ്റൻസ് ഉണ്ടാവും. എന്നാൽ എന്താണ് സർവീസ് മാർക്കറ്റ്? ഇൻടാഞ്ചിബിൾ പ്രൊഡക്ട്സ് അല്ലെങ്കിൽ ഒരു ഫിസിക്കൽ എക്സിസ്റ്റൻസ് ഇല്ലാത്ത പ്രൊഡക്റ്റ്, നമുക്ക് കാണാനോ തൊടാനോ പറ്റാത്ത പ്രൊഡക്ട്സ് അല്ലെങ്കിൽ സർവീസ് കൊടുക്കുന്ന ഒരു മാർക്കറ്റാണ് സർവീസ് മാർക്കറ്റ് എന്ന് പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ കൺസ്യൂമേഴ്സിന് ഇത് തൊടാനും കാണാനും പറ്റില്ല, പക്ഷെ എന്ത് ചെയ്യാൻ പറ്റും, അത് എക്സ്പീരിയൻസ് ചെയ്യാൻ, അതിൻ്റെ ബെനിഫിറ്റ് എക്സ്പീരിയൻസ് ചെയ്യാൻ വേണ്ടി സാധിക്കും. ഫോർ എക്സാമ്പിൾ എന്താണ്, ബാങ്കിങ്ങും ഇൻഷുറൻസ് പ്രൊഡക്ട്സ് ഒക്കെ എന്താണ്, ഇതൊക്കെ സർവീസ് മാർക്കറ്റിൽ വരുന്ന ഒന്നാണ്. നെക്സ്റ്റ് ആണ് യൂസ് ഓഫ് ഗുഡ്സ് ആൻഡ് മാർക്കറ്റ്. ഗുഡ്സിൻ്റെ യൂസ് അനുസരിച്ച് എന്ത് ചെയ്യാം, നമുക്ക് മാർക്കറ്റ് ക്ലാസിഫൈ ചെയ്യാം. അങ്ങനെ 2 ടൈപ്പ് ഉണ്ട്, കൺസ്യൂമർ മാർക്കറ്റ് ഉണ്ട്, ഇൻഡസ്ട്രിയൽ മാർക്കറ്റ് ഉണ്ട്. അപ്പോൾ കൺസ്യൂമർ മാർക്കറ്റ് എന്താ പറയുന്നത്, നമ്മുടെ ഹൗസ് ഹോൾഡ് ഗുഡ്സ് അല്ലെങ്കിൽ പേഴ്സണൽ കൺസപ്ഷന് വേണ്ടിയുള്ള ഗുഡ്സ് വിൽക്കുന്ന ഒരു മാർക്കറ്റാണ് കൺസ്യൂമർ മാർക്കറ്റ് എന്ന് പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ കൺസ്യൂമർ ഡ്യൂറബിൾസ് ലൈക്ക് റെഫ്രിജറേറ്റർ, ടെലിവിഷൻ, പേഴ്സണൽ കമ്പ്യൂട്ടേഴ്സ്, ഇതൊക്കെ എന്താണ് കൺസ്യൂമർ ഗുഡ്സിൽ വരുന്ന അല്ലെങ്കിൽ കൺസ്യൂമർ മാർക്കറ്റിൽ വരുന്നതാണ്. അതുപോലെ തന്നെ സോഫ്റ്റ് ഗുഡ്സ് വരും. അപ്പോൾ എന്താണ് കൺസ്യൂമർ ഗുഡ്സ് എന്ന് പറയുമ്പോൾ കൺസ്യൂമർ ഡ്യൂറബിൾസ് ഉണ്ട്, സോഫ്റ്റ് ഗുഡ്സ് ഉണ്ട്, അതുപോലെ സർവീസുകളുണ്ട്. ഇതെല്ലാം കൺസ്യൂമർ മാർക്കറ്റിൽ വരുന്നതാണ്. ഇപ്പോൾ സോഫ്റ്റ് ഗുഡ്സ് ആണ് ക്ലോത്ത്സ്, ഷൂസ്, അങ്ങനെ സാധനങ്ങളൊക്കെ. ഇനി സർവീസുകളാണ് ഹെയർ ഡ്രസ്സിങ്, വർക്ക്ഷോപ്സ്, ഇതൊക്കെ എന്താണ്, ഇതൊക്കെ കൺസ്യൂമർ മാർക്കറ്റിൽ വരുന്ന സർവീസുകളാണ്. അപ്പോൾ ഇങ്ങനത്തേക്കുള്ള ഗുഡ്സ് വരുന്നതാണ് കൺസ്യൂമർ മാർക്കറ്റ്. ഇനി യൂസ് ഓഫ് ഗുഡ്സിൽ രണ്ടാമത്തെയാണ് ഇൻഡസ്ട്രിയൽ മാർക്കറ്റ്. എന്താണ് ഇൻഡസ്ട്രിയൽ മാർക്കറ്റ്? ഈ ഒരു മാർക്കറ്റ് വെച്ച് കഴിഞ്ഞാൽ ബിസിനസ് ട്രാൻസാക്ഷൻസ് കവർ ചെയ്യുന്ന ഒരു മാർക്കറ്റാണ് ഇൻഡസ്ട്രിയൽ മാർക്കറ്റ് എന്നത്. അപ്പോൾ ഇത് പേഴ്സണൽ കൺസപ്ഷന് വേണ്ടിയുള്ള ഗുഡ്സ് വിൽക്കുന്ന ഒരു മാർക്കറ്റ് അല്ല, പകരം ബിസിനസ് യൂസിലേക്കുള്ള ഗുഡ്സ് വിൽക്കുന്ന മാർക്കറ്റാണ്. ആസ് എ റോ മെറ്റീരിയൽസ് ഓർ കമ്പോണൻസ്. ഇപ്പോൾ ഹാർഡ്വെയർ ഷോപ്സ് അങ്ങനെയൊക്കെ എന്താണ്, അതൊക്കെ എന്താണ് ബിസിനസ്സിലേക്കുള്ള റോ മെറ്റീരിയൽസ് വിൽക്കുന്ന ഒരു ഷോപ്പായിരിക്കും. അപ്പോൾ അതൊക്കെയാണ് ഇൻഡസ്ട്രിയൽ മാർക്കറ്റിൽ വരുന്നതാണ്, യൂസ് ഓഫ് ഗുഡ്സിൻ്റെ ബേസിൽ ക്ലാസിഫൈ ചെയ്യുന്നത്. നെക്സ്റ്റ് വൺ ആണ് നേച്ചർ ഓഫ് ഗുഡ്സ് ആൻഡ് മാർക്കറ്റ്. നേച്ചർ ഓഫ് ഗുഡ്സ് ആൻഡ് മാർക്കറ്റിൽ നമുക്ക് 2 ആയിട്ട് ക്ലാസിഫൈ ചെയ്യാം, ഫിനാൻഷ്യൽ മാർക്കറ്റായിട്ടും അതുപോലെ തന്നെ കമ്മോഡിറ്റി മാർക്കറ്റായിട്ടും ക്ലാസിഫൈ ചെയ്യാം. ഫസ്റ്റ് വൺ ആണ് ഫിനാൻഷ്യൽ മാർക്കറ്റ്. ഫിനാൻഷ്യൽ മാർക്കറ്റ് വെച്ച് കഴിഞ്ഞാൽ ഇവിടെ എന്താണ് കൊണ്ടുവരുന്നത്, ഇവിടെ ഫിനാൻഷ്യൽ ഇൻസ്ട്രുമെൻറ്റ്സ് ആണ് കൊണ്ടുവന്ന് വാങ്ങിക്കുകയും വിൽക്കുകയും ചെയ്യുന്നത്. ഫോർ എക്സാമ്പിൾ ഇവിടുത്തെ പ്രൊഡക്ട്സ് ഇതൊക്കെയായിരിക്കും ഷെയർ, ഡിബെഞ്ചർ, കറൻസീസ്, ഡെറിവേറ്റീവ്സ്, ഇതൊക്കെയായിരിക്കും ഫിനാൻഷ്യൽ മാർക്കറ്റിൽ കൊണ്ടുവരാൻ പറ്റുന്നത്. ഫിനാൻഷ്യൽ മാർക്കറ്റ് നമുക്ക് എഗെയിൻ 2 ആയിട്ട് ക്ലാസിഫൈ ചെയ്ത് ഇതൊക്കെയാണ് ക്യാപിറ്റൽ മാർക്കറ്റും മണി മാർക്കറ്റും. ക്യാപിറ്റൽ മാർക്കറ്റ് ഇൻസ്ട്രുമെൻറ്റ്സ് ആണ് ഷെയർ, ഡിബെഞ്ചർ, ബോണ്ട് എല്ലാം. മണി മാർക്കറ്റ് ഇൻസ്ട്രുമെൻറ്റ്സ് ലൈക്ക് എന്താണ് ട്രഷറി ബിൽ, കൊമേഴ്ഷ്യൽ പേപ്പർ, ഇതൊക്കെ എന്താണ് മണി മാർക്കറ്റ് ഇൻസ്ട്രുമെൻറ്റ്സ് ആണ്. നേച്ചർ ഓഫ് പ്രൊഡക്റ്റ് അല്ലെങ്കിൽ നേച്ചർ ഓഫ് ഗുഡ്സിൻ്റെ ബേസിൽ രണ്ടാമത്തെ ക്ലാസിഫിക്കേഷനാണ് കമ്മോഡിറ്റി മാർക്കറ്റ്. അതെന്താണത്, നമ്മുടെ റോ മെറ്റീരിയൽ അല്ലെങ്കിൽ പ്രൈമറി പ്രൊഡക്ട്സ് ബ്രോട്ട് ചെയ്ത് സോൾവ് ചെയ്യുന്ന ഒരു മാർക്കറ്റാണ് കമ്മോഡിറ്റി മാർക്കറ്റ് എന്നത്. ഇവിടെ നമുക്ക് 2 ആയിട്ട് ക്ലാസിഫൈ ചെയ്യാം. ഇത് ഹാർഡ് കമ്മോഡിറ്റി മാർക്കറ്റ് ഉണ്ട്, സോഫ്റ്റ് കമ്മോഡിറ്റി മാർക്കറ്റ് ഉണ്ട്. ഹാർഡ് കമ്മോഡിറ്റി മാർക്കറ്റിൽ വരുന്നതാണ് ഗോൾഡ്, സിൽവർ, അതെല്ലാം. ഇനി സോഫ്റ്റ് കമ്മോഡിറ്റി മാർക്കറ്റിൽ വരുന്നതാണ് അഗ്രികൾച്ചർ പ്രൊഡക്ട്സോ അല്ലെങ്കിൽ ലൈഫ് സ്റ്റോക്ക്, അതെല്ലാം. ഇതൊക്കെ കമ്മോഡിറ്റി മാർക്കറ്റിൽ വരുന്നതാണ്. നെക്സ്റ്റ് ആണ് കോമ്പറ്റീഷൻ മാർക്കറ്റ്. കോമ്പറ്റീഷൻ മാർക്കറ്റ് നമുക്ക് 6 ആയിട്ട് ക്ലാസിഫൈ ചെയ്യാം. അത് ഏതൊക്കെയാണ്, പെർഫെക്റ്റ് മാർക്കറ്റ്, ഇംപെർഫെക്റ്റ് മാർക്കറ്റ്, മോണോപോളി മാർക്കറ്റ്, മോണോപോളിസ്റ്റിക് കോമ്പറ്റീഷൻ മാർക്കറ്റ്, ഒളിഗോപോളി മാർക്കറ്റ് ആൻഡ് ഡുവോപോളി. ഇങ്ങനെ നമുക്ക് 6 ആയിട്ട് നമുക്ക് എന്ത് ചെയ്യാം, നമ്മുടെ ഈ കോമ്പറ്റീഷൻ മാർക്കറ്റിനെ ക്ലാസിഫൈ ചെയ്യാം. അതിൽ ഒന്നാമത്തെയാണ് പെർഫെക്റ്റ് മാർക്കറ്റ്. പെർഫെക്റ്റ് മാർക്കറ്റിലെ പോയിന്റ്സ് നോക്കാം. ഫസ്റ്റ് വൺ ആണ് നോ ഫോം ക്യാൻ കൺട്രോൾ ഓർ ഇൻഫ്ലുവൻസ് ദ പ്രൈസ് ഓഫ് ദ പ്രൊഡക്റ്റ് ഇറ്റ് ബൈസ് ഓർ സെൽ. ഒരു ഫോമിനും ഒരു പ്രൊഡക്റ്റിൻ്റെ പ്രൈസ് അല്ലെങ്കിൽ പ്രൈസിനെ കൺട്രോൾ ചെയ്യാനോ അത് ഇൻഫ്ലുവൻസ് ചെയ്യാനോ റൈറ്റ് ഒരു ഫേമിനും കിട്ടുകയില്ല പെർഫെക്റ്റ് മാർക്കറ്റിലാണെങ്കിൽ. അതുപോലെ തന്നെ ഇവിടെ അൺലിമിറ്റഡ് നമ്പർ ഓഫ് ബയേഴ്സ് ഉണ്ടാവും. ഒരിക്കലും ലിമിറ്റഡ് നമ്പർ അല്ല, അൺലിമിറ്റഡ് നമ്പർ ഓഫ് ബയേഴ്സ് ഒക്കെ ഉണ്ടാവാം. സിമിലർ ഓർ ഐഡന്റിക്കൽ പ്രൊഡക്ട്സ് നമ്മുടെ ഈ ഒരു മാർക്കറ്റിൽ എന്താ ചെയ്യാം, സിമിലർ അല്ലെങ്കിൽ ഐഡന്റിക്കൽ ഒരേപോലത്തെ പ്രൊഡക്ട്സ് നമുക്കറിയാം. ഇപ്പോൾ സോപ്പുകൾ അങ്ങനെ ഒരു സോപ്പല്ല അവിടെ ഉള്ളത്, പല ടൈപ്പ് ഓഫ് വെറൈറ്റി സോപ്പുകളുണ്ട്. അങ്ങനെ സിമിലർ ആയിട്ടുള്ള അല്ലെങ്കിൽ ഐഡന്റിക്കൽ പ്രൊഡക്ട്സ് നമുക്കിവിടെ ഈ ഒരു മാർക്കറ്റിൽ കാണാൻ സാധിക്കും. ഫ്രീ എൻട്രി ആൻഡ് എക്സിറ്റ്. ഈ ഒരു മാർക്കറ്റിൽ ഇങ്ങനെ ഇന്ന കസ്റ്റമേഴ്സ് അല്ലെങ്കിൽ ഇന്ന സെല്ലറിന് മാത്രമേ കയറാൻ പറ്റുള്ളൂ എന്നില്ല. ഇവിടെ എൻട്രിയും എക്സിറ്റും ഫ്രീ ആണ്. എപ്പോൾ വേണമെങ്കിലും നമുക്ക് കയറാം, എപ്പോൾ വേണമെങ്കിലും നമുക്ക് ഇവിടുന്ന് ലെഫ്റ്റ് ആവുകയും ചെയ്യാം. ഇതാണ് പെർഫെക്റ്റ് മാർക്കറ്റിന്റെ പ്രത്യേകത. രണ്ടാമത്തെയാണ് ഇംപെർഫെക്റ്റ് മാർക്കറ്റ്. ഇറ്റ് ഈസ് എ മാർക്കറ്റ് സിറ്റുവേഷൻ ഓഫ് ലാർജ് നമ്പർ ഓഫ് ബയേഴ്സ് ആൻഡ് സെല്ലർ ഹു ഡീൽസ് ഡിഫറൻഷ്യൽ പ്രൊഡക്റ്റ്. ഈ ഇംപെർഫെക്റ്റ് മാർക്കറ്റിൽ എന്തുണ്ട്, ലാർജ് നമ്പർ ഓഫ് ബയേഴ്സ് ആൻഡ് സെല്ലേഴ്സ് ഉണ്ട്. അതുപോലെ തന്നെ ഇവരെന്താ ചെയ്യുന്നത്, ഡിഫറൻഷ്യൽ പ്രൊഡക്ട്സ്, സിമിലർ ആയിട്ടുള്ള എല്ലാ ഡിഫറെൻ്റ് ആയിട്ടുള്ള പ്രൊഡക്ട്സ് ആണ് ഇവർ കൂടുതൽ ഡീൽ ചെയ്യുക. ഇവിടെ പ്രൊഡക്ട്സിന് എന്താ പ്രത്യേകത, ഇംപെർഫെക്റ്റ് മാർക്കറ്റ് ആണ് ഹൈലി ഡിഫറൻഷ്യേറ്റ്. ഇവിടെ പ്രൊഡക്ട്സിനാണ് പ്രത്യേകത. അവിടെ എല്ലാ പ്രൊഡക്ട്സും എന്താണ് വളരെ ഡിഫറെൻ്റ് ആയിട്ടുള്ള പ്രൊഡക്ട്സ് ഒക്കെ ഇവരുടെ സെറ്റ് ചെയ്യുക. നെക്സ്റ്റ് വൺ ആണ് മോണോപോളി മാർക്കറ്റ്. എന്താ നോക്കാം. ഇറ്റ് ഈസ് എ മാർക്കറ്റ് വേർ ദർ ആർ ലാർജ് നമ്പർ ഓഫ് ബയേഴ്സ് ആൻഡ് സെല്ലർ ആൻഡ് എ സിംഗിൾ സെല്ലർ. എന്തുണ്ട്, ലാർജ് നമ്പർ ഓഫ് ബയേഴ്സ് ഉണ്ട്, പക്ഷെ എന്തുള്ളാകെ ഒറ്റൊരു സെല്ലർ മാത്രമേ ഇവിടെ ഉള്ളൂ.
The price of the product is not determined on the basis of demand and supply force but is unilaterally fixed by the firm. ഇവിടെ പ്രൊഡക്റ്റിൻ്റെ പ്രൈസ് ഫിക്സ് ചെയ്യുന്നത് ഡിമാൻഡോ സപ്ലൈയോ അല്ല, പക്ഷെ ആരാണ് ഇവിടെ ആ ഒറ്റ സിംഗിൾ സെല്ലർ ഉള്ളൂ. ആ ഫേം ആയിരിക്കും എന്ത് ചെയ്യുക, ആ പ്രൈസ് ഫിക്സ് ചെയ്യുക. അല്ലാണ്ട് ആ പ്രൊഡക്റ്റിൻ്റെ ഡിമാൻഡോ പ്രൈസോ അല്ലെങ്കിൽ സപ്ലൈ വെച്ചിട്ടൊന്നും അല്ലാതെ ഫിക്സ് ചെയ്യുക. സിംഗിൾ സെല്ലറും അതുപോലെ തന്നെ കോമ്പറ്റീഷൻ്റെ ആബ്സെൻസുമാണ് ഈ ഒരു മോണോപോളി മാർക്കറ്റിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത എന്നത്. നെക്സ്റ്റ് വൺ ആണ് മോണോപോളിസ്റ്റിക് കോമ്പറ്റീഷൻ മാർക്കറ്റ്. ഇവിടെ എന്താ പ്രത്യേകത? ഇറ്റ് ഒക്കേഴ്സ് വെൻ ദർ ആർ മെനി സെല്ലർ പ്രൊഡ്യൂസിങ് ഡിഫറൻഷ്യേറ്റഡ് പ്രോഡക്റ്റ് വിച്ച് ആർ ക്ലോസ്ലി ഐഡന്റിക്കൽ ടു വൺ അനദർ. ഇവിടെ കുറേ സെല്ലേഴ്സ് ഉണ്ടാവും. ഇവർ വിൽക്കുന്ന ഡിഫറൻഷ്യേറ്റഡ് പ്രൊഡക്ട്സ് ആണെങ്കിൽ പോലും അവർക്കൊരു ക്ലോസ്ലി ഐഡന്റിക്കൽ നേച്ചറാണ്. അവർക്കൊരു ഒരേപോലത്തെ ഒരു സിമിലാരിറ്റി ഉള്ള ഒരു പ്രൊഡക്ട്സ് ആയിരിക്കും അവർ വിൽക്കുക. ഇതാണ് മോണോപോളിസ്റ്റിക് കോമ്പറ്റീഷൻ മാർക്കറ്റിൻ്റെ പ്രത്യേകത. നെക്സ്റ്റ് ആണ് ഒളിഗോപോളി മാർക്കറ്റ്. ഇറ്റ് ഈസ് എ മാർക്കറ്റ് ഡോമിനേറ്റഡ് ബൈ എ സ്മോൾ നമ്പർ ഓഫ് സെല്ലേഴ്സ്. എന്താണ് അവിടെ ഒളിഗോപോളി മാർക്കറ്റ് എന്ന് പറയുമ്പോൾ അവിടെ കുറച്ച് സെല്ലേഴ്സ് അല്ലെങ്കിൽ സ്മോൾ നമ്പർ ഓഫ് സെല്ലേഴ്സ് മാത്രമേ ഉണ്ടാവുകയുള്ളൂ. ദ ഓപ്പറേഷൻ ആൻഡ് ഡിസിഷൻ ഓഫ് വൺ ഫേം ഡിപ്പെൻഡ് ഓൺ ദ ഓപ്പറേഷൻ ഡിസിഷൻ ഓഫ് അതേഴ്സ്. അപ്പോൾ ഒരു ഫേം ഒരു ഡിസിഷൻ എടുക്കുമ്പോൾ അത് മറ്റൊരു ഫേമിനെ ഡിപ്പെൻഡ് ചെയ്ത് അല്ലെങ്കിൽ അവരോട് പറഞ്ഞിട്ടേക്ക് എടുക്കുകയല്ല, ഒറ്റയ്ക്ക് ഒരു ഡിസിഷൻ എടുക്കുകയില്ല. എക്സിസ്റ്റിംഗ് ഫേംസ് ക്രിയേറ്റ് ബാരിയേഴ്സ് ഫോർ ദ എൻട്രി ഓഫ് ന്യൂ ഫേം ഇൻ ദ മാർക്കറ്റ്. അതുപോലെ ഇപ്പോൾ നിലനിൽക്കുന്ന ഫേംസ് എന്ത് ചെയ്യില്ല, ഇനിയൊരു പുതിയൊരു എൻട്രി അല്ലെങ്കിൽ പുതിയൊരു ഫേമിൻ്റെ എൻട്രീനെ ഒരു തടയും അവർ കയറ്റുകയില്ല. നെക്സ്റ്റ് ആണ് ഡുവോപോളി. ഇവിടെ എന്താണ് സിറ്റുവേഷൻ എന്ന് പറയുമ്പോൾ ദർ ഓൺലി 2 സെല്ലേഴ്സ് ഓർ പ്രൊഡ്യൂസേഴ്സ് കൺട്രോളിങ് ദ മാർക്കറ്റ്. ആകെ 2 സെല്ലേഴ്സ് മാത്രമേ ഉണ്ടാവുള്ളൂ. അവർ ഇൻഡിപെൻഡൻ്റ് ആണ്. അവർക്ക് അങ്ങോട്ട് ആരെയും ബന്ധപ്പെടേണ്ട ആവശ്യമില്ല. അവർക്ക് സ്വന്തം പോളിസീസും പ്രൊഡക്ഷൻസും പ്രൈസിങ് ഒക്കെ എടുക്കാം. പക്ഷെ എന്നാൽ പോലും ഇവരെപ്പോഴും എന്താണ് ഒരു മ്യൂച്വൽ അണ്ടർസ്റ്റാൻഡിങ്ങിൽ മാത്രമേ പോവുകയുള്ളൂ. അല്ലെങ്കിൽ മറ്റൊന്നിനും മേലെ ഇൻഫ്ലുവൻസ് വരാൻ ചാൻസ് ഉണ്ടാവും. അപ്പോൾ അതുകൊണ്ട് തന്നെ അവർ ഒരു ഒന്നിച്ചായിരിക്കും പോവുക. അതാണ് ഡുവോപോളിയിൽ വന്നിട്ടുള്ളത്. നെക്സ്റ്റ് ആണ് നേച്ചർ ഓഫ് ട്രാൻസാക്ഷൻ. ഇനി ട്രാൻസാക്ഷൻ നേച്ചർ അനുസരിച്ച് നമുക്ക് എന്ത് ചെയ്യാം, മാർക്കറ്റിനെ ക്ലാസിഫൈ ചെയ്യാം. അപ്പോൾ നേച്ചർ ഓഫ് ട്രാൻസാക്ഷൻ നമുക്ക് 2ആയിട്ട് ക്ലാസിഫൈ ചെയ്യാം. സ്പോട്ട് മാർക്കറ്റ് ഉണ്ട്, അതുപോലെ തന്നെ ഫ്യൂച്ചർ മാർക്കറ്റ് ഉണ്ട്. എന്താണ് സ്പോട്ട് മാർക്കറ്റ്? ഗുഡ്സ് ആർ സോൾഡ് ഫോർ ക്യാഷ് ആൻഡ് ഡെലിവേർഡ് ഇമ്മീഡിയറ്റ്ലി. നമ്മൾ എപ്പോൾ കാശ് തരുന്നു അപ്പോൾ തന്നെ നമ്മൾ എന്ത് ചെയ്യണം, ഗുഡ്സ് കൊടുക്കുകയാണ്. അങ്ങനെയുള്ള ഒരു മാർക്കറ്റാണ് സ്പോട്ട് മാർക്കറ്റ് എന്ന് പറഞ്ഞിട്ടുള്ളത്. ഇമ്മീഡിയറ്റ് എഫക്റ്റ് ഉള്ളത്. എന്നാൽ ഫ്യൂച്ചർ മാർക്കറ്റ് എന്താണ്? ഡെലിവറി ആൻഡ് പേയ്മെൻറ്റ് ഓഫ് ഗുഡ്സ് ആർ ഇൻ ഫ്യൂച്ചർ മാർക്കറ്റ് ആർ മെയ്ഡ് ഓൺ എ ഫ്യൂച്ചർ ഡേറ്റ്. ഫ്യൂച്ചർ മാർക്കറ്റിൽ ഡെലിവറിയും അതുപോലെ തന്നെ പേയ്മെൻറ്റ് ഓഫ് ഗുഡ്സ് നടക്കുന്നത് ഒരു ഫ്യൂച്ചർ ഡേറ്റിലായിരിക്കും. അത് ഇമ്മീഡിയറ്റ് എഫക്റ്റ് ഒന്നും ഇല്ലാത്ത ഒരു മാർക്കറ്റാണ് ഫ്യൂച്ചർ മാർക്കറ്റ് എന്ന് പറഞ്ഞിട്ടുള്ളത്. വാട്ട് ഈസ് മാർക്കറ്റിംഗ് മിക്സ്? മാർക്കറ്റിംഗ് മിക്സിൻ്റെ വേറെ പേരാണ് 4Ps. അപ്പോൾ എന്താണ് മാർക്കറ്റിംഗ് മിക്സ് നോക്കാം. മാർക്കറ്റിംഗ് മിക്സ് എന്നത് ഇപ്പോഴത്തെ നമ്മുടെ സ്റ്റഡി ഓഫ് മാർക്കറ്റിംഗിൽ ഏറ്റവും കൂടുതൽ യൂസ് ചെയ്യുന്ന ഒന്നാണ് മാർക്കറ്റിംഗ് മിക്സ് എന്നത്. അപ്പോൾ മാർക്കറ്റിംഗ് മിക്സിൻ്റെ ബേസിക് കമ്പോണൻസ് ആണ് പ്രൊഡക്റ്റ്, പ്രൈസ്, പ്ലേസ് ആൻഡ് പ്രൊമോഷൻ. ഈ 4P പ്രൊഡക്റ്റ്, പ്രൈസ്, പ്ലേസ്, പ്രൊമോഷൻ കൂടുമ്പോഴാണ് എന്തുണ്ടാവുന്നത്, മാർക്കറ്റിംഗ് മിക്സ് ഉണ്ടാവുന്നത്. അപ്പോൾ ഒരു ഫേം ഒരു മാർക്കറ്റിംഗ് മിക്സ് പ്രിപ്പയർ ചെയ്യുമ്പോൾ എന്ത് ചെയ്യണം, റൈറ്റ് പ്രൊഡക്റ്റ് റൈറ്റ് പ്രൈസിൽ റൈറ്റ് പ്ലേസിൽ റൈറ്റ് പ്രൊമോഷൻ വെച്ച് വേണം നമ്മൾ എന്ത് ചെയ്യാൻ വേണ്ടി, നമ്മൾ മാർക്കറ്റിങ്ങിൽ സക്സസ് അറ്റൈൻ ചെയ്യാൻ വേണ്ടി. ഇങ്ങനെ റൈറ്റ് പ്രൊഡക്റ്റും റൈറ്റ് പ്രൈസും റൈറ്റ് പ്ലേസിലും റൈറ്റ് പ്രൊമോഷൻ ചെയ്താൽ മാത്രമേ എന്ത് ചെയ്യുള്ളൂ, നമ്മുടെ പ്രൊഡക്റ്റ് സക്സസ് ആയിട്ട് മാർക്കറ്റിൽ നിലനിൽക്കുകയുള്ളൂ. മാർക്കറ്റിംഗ് മിക്സിലെ ഫസ്റ്റ് എലമെൻ്റ് ആണ് പ്രൊഡക്റ്റ് എന്നത്. പ്രൊഡക്റ്റ് എന്താണ്? കൺസ്യൂമേഴ്സിൻ്റെ സാറ്റിസ്ഫാക്ഷൻ ചെയ്യാൻ വേണ്ടി അല്ലെങ്കിൽ സാറ്റിസ്ഫൈ ചെയ്യാൻ വേണ്ടി ഫേം ഓഫർ ചെയ്യുന്ന ഒരു സംഭവമാണ് പ്രൊഡക്റ്റ് എന്നത്. എ പ്രൊഡക്റ്റ് ഈസ് സംതിങ് എ ഫേം ഓഫർ ടു ഗീവ് സാറ്റിസ്ഫാക്ഷൻ ടു ദ കൺസ്യൂമർ. പ്രൊഡക്ഷൻ പ്രോസസ്സിൻ്റെ ഫൈനൽ ഔട്ട്പുട്ടാണ് പ്രൊഡക്റ്റ് എന്നത്. നമ്മൾ മാർക്കറ്റിംഗ് കൺസെപ്റ്റ് എടുക്കുകയാണെങ്കിൽ പ്രൊഡക്റ്റിൻ്റെ മേലിൽ വരുന്ന മേജർ ഡിസിഷൻ എന്തൊക്കെയായിരിക്കും? പ്രൊഡക്റ്റ് ഡെവലപ്മെൻറ്റ് ഉണ്ടാവും, ബ്രാൻഡിങ് ഉണ്ടാവും, പാക്കേജിങ്, ലേബലിംഗ്, അതുപോലെ തന്നെ പ്രൊഡക്റ്റിൻ്റെ വേറെ കുറേ ഫീച്ചേഴ്സ്. ഇതെല്ലാമായിരിക്കും മാർക്കറ്റിംഗിൽ പ്രൊഡക്റ്റിൻ്റെ മേലെ വരുന്ന മേജർ ഡിസിഷൻസ് എന്നത്. സോ നെക്സ്റ്റ് ആണ് വാട്ട് ഈസ് പ്രൊഡക്റ്റ് മിക്സ്. എന്താണ് പ്രൊഡക്റ്റ് മിക്സ്? പ്രൊഡക്റ്റ് മിക്സ് റെഫേഴ്സ് ടു എ ഗ്രൂപ്പ് ഓഫ് പ്രൊഡക്റ്റ് മാനുഫാക്ചേർഡ് ഓർ ട്രേഡഡ് ബൈ ദ ഫേം. മിക്സ് എന്ന് പറയുമ്പോൾ എന്താണ്, ഒരു ഗ്രൂപ്പ് ഓഫ് പ്രൊഡക്റ്റ്, ഒരു സിംഗിൾ പ്രൊഡക്റ്റ് ആയിരിക്കില്ല, ഗ്രൂപ്പ് ഓഫ് പ്രൊഡക്റ്റ് ആയിരിക്കും മാനുഫാക്ചർ ചെയ്യുക അല്ലെങ്കിൽ ട്രേഡ് ചെയ്യുക ബൈ ദ ഫേം. എന്തിനു വേണ്ടിയാണത്? ടു സ്ട്രെങ്തൻ ഇറ്റ്സ് പ്രസൻസ് ഇൻ ദ മാർക്കറ്റ്. മാർക്കറ്റിൽ അവരുടെ പ്രസൻസ് സ്ട്രെങ്തൻ അല്ലെങ്കിൽ അവരുടെ പ്രസൻസ് ഒന്ന് കൂടിയും സ്ട്രോങ് ആക്കാൻ വേണ്ടിയായിരിക്കും ഇങ്ങനെ പ്രൊഡക്റ്റ് മിക്സ് അല്ലെങ്കിൽ ഗ്രൂപ്പ് ഓഫ് പ്രൊഡക്ട്സ് ഒന്നിച്ചൊരു മാനുഫാക്ചർ ചെയ്യണം. ടു ഇൻക്രീസ് ഇറ്റ്സ് മാർക്കറ്റ് ഷെയർ, അവരുടെ ആ ഒരു മാർക്കറ്റിലുള്ള ഷെയർ ഇൻക്രീസ് ചെയ്യാൻ വേണ്ടിയും അതുപോലെ തന്നെ ഇൻക്രീസ് ദ സെയിൽസ് ടേൺ ഓവർ ഫോർ മോർ പ്രോഫിറ്റബിലിറ്റി. സെയിൽസ് ടേൺ ഓവർ ഇൻക്രീസ് ചെയ്താൽ മാത്രമേ എന്തുണ്ടാവുള്ളൂ, കൂടുതൽ പ്രോഫിറ്റബിലിറ്റി ഉണ്ടാവുകയുള്ളൂ. ഇതാണ് പ്രൊഡക്റ്റ് മിക്സ് എന്നത്. നെക്സ്റ്റ് എലമെൻ്റ് ആണ് പ്രൈസ്.
Price is defined as a value that is required to purchase a specific quantity of goods or services. ഒരു സ്പെസിഫിക് ക്വാണ്ടിറ്റി ഓഫ് ഗുഡ്സ് സർവീസസോ പർച്ചേസ് ചെയ്യാൻ വേണ്ടി വരുന്ന വാല്യൂവിനെ വിളിക്കുന്ന പേരാണ് പ്രൈസ് എന്നത്. ഇറ്റ് ഈസ് ദ കൺസിഡറേഷൻ ഗിവൺ ഇൻ എക്സ്ചേഞ്ച് ഫോർ ദ ട്രാൻസ്ഫർ ഓഫ് ഓണർഷിപ്പ് ആൻഡ് പൊസിഷൻ ഓഫ് ഗുഡ്സ് ആൻഡ് സർവീസസ്. അപ്പോൾ എന്താണ് പ്രൈസ് എന്ന് പറയുമ്പോൾ നമുക്ക് ഒരു ഓണർഷിപ്പോ അല്ലെങ്കിൽ പൊസിഷനോ കിട്ടുമ്പോൾ നമ്മൾ പകരം കൊടുക്കുന്ന എക്സ്ചേഞ്ച് കൊടുക്കുന്ന ഒരു കൺസിഡറേഷനാണ് പ്രൈസ് എന്ന് പറഞ്ഞിട്ടുള്ളത്. സോ വാട്ട് ഈസ് പ്രൈസ് മിക്സ്? പ്രൈസ് മിക്സ് ഈസ് എൻ അംബ്രല്ല ടേം വിച്ച് ഇസ് യൂസ് ടു കവർ ഓൾ ദ ഫാക്ടർ അസോസിയേറ്റഡ് വിത്ത് പ്രൈസിങ്. ഒരു പ്രൊഡക്റ്റിൻ്റെ പ്രൈസ് ഫിക്സ് ചെയ്യുമ്പോൾ അതിൽ വരുന്ന എല്ലാ ഫാക്ടേഴ്സിനെ ഇൻക്ലൂഡ് ചെയ്യുന്ന ഒരു അംബ്രല്ല ടേമാണ് പ്രൈസ് മിക്സ് എന്ന് പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ അതിലെന്തൊക്കെ വരും? പ്രൈസിങ് സ്ട്രാറ്റജീസ്, പ്രൈസ് ഡിസ്ക്രിമിനേഷൻസ്, ഡിസ്കൗണ്ട്, യൂണിറ്റ് പ്രൈസ്, നമുക്ക് എന്തോരം ചിലവ് വരുന്നുണ്ട് പ്രൊഡക്ഷൻ ടൈമിൽ, അതെല്ലാം ഒന്നിച്ച് കൂട്ടിയിട്ടേക്ക് എന്തുണ്ടാവുക? പ്രൈസ് മിക്സ് സെറ്റ് ചെയ്യുക. നെക്സ്റ്റ് എലമെൻ്റ് ആണ് പ്ലേസ് എന്നത്. പ്ലേസ് ഇസ് ഡിഫൈൻഡ് ആസ് എ ലൊക്കേഷൻ വേർ ദ ഫേം എക്സ്പെക്ട് ടു ഫൈൻഡ് ഇറ്റ്സ് കൺസ്യൂമേഴ്സ് ആൻഡ് കോൺസിക്വൻ്റ്ലി വേർ ദ സെയിൽ ഈസ് ക്യാരിഡ് ഔട്ട്. അപ്പോൾ എന്താണ് പ്ലേസ് എന്ന് പറയുമ്പോൾ അതിൽ ഫേം എക്സ്പെക്ട് ചെയ്യുന്നത് എന്താണ്? അവരുടെ കൺസ്യൂമേഴ്സ് ഉള്ള സ്ഥലം, അതാണ് പ്ലേസ് എന്ന് ഉദ്ദേശിക്കുന്നത്. അല്ലെങ്കിൽ എവിടെയാണ് അവരുടെ കൺസ്യൂമേഴ്സ് ഉള്ളത്, അതുപോലെ തന്നെ എവിടെ ആ കൺസ്യൂമേഴ്സ് സ്ഥലത്തായിരിക്കുമല്ലോ സെയിൽസ് നടക്കുക. അപ്പോൾ ആ ഒരു സെയിൽസ് ക്യാരി ഔട്ട് ചെയ്യുന്ന പ്ലേസ് ആണ് അല്ലെങ്കിൽ സ്ഥലം, ലൊക്കേഷനാണ് പ്ലേസ് എന്ന് പറഞ്ഞിട്ടുള്ളത്. പ്ലേസ് ഇൻ മാർക്കറ്റിംഗ് മീൻസ് ദ ഏരിയ ഓർ ലൊക്കേഷൻ ഓഫ് ദ കൺസ്യൂമർ ആൻഡ് നോട്ട് ദ പ്ലേസ് ഓഫ് ദ ബിസിനസ്. മാർക്കറ്റിങ്ങിലെ പ്ലേസ് എന്ന് പറയുമ്പോൾ നമ്മുടെ ബിസിനസ് എവിടെ നടക്കുന്നു എന്നതിലല്ല കാര്യം. എവിടെയാണ് നമ്മുടെ കൺസ്യൂമേഴ്സ് ലൊക്കേറ്റ് ചെയ്യുന്നത്, എവിടെയാണ് സെയിൽസ് നടക്കുന്നത്, അതാണ് നമ്മുടെ പ്ലേസ് എന്ന് ഉദ്ദേശിക്കുന്നത്. പ്ലേസ് ഇൻ മാർക്കറ്റിംഗ് ആണ് നോൺ ആസ് ചാനൽ, ഡിസ്ട്രിബ്യൂഷൻ ഓർ ഇൻ്റർമീഡിയറി. മാർക്കറ്റിങ്ങിൽ പ്ലേസ് എന്ന് പറയുമ്പോൾ എന്തൊക്കെ ഉൾപ്പെടുത്തുന്നത്? അതിൽ ചാനൽ ഉണ്ടാവും, ഡിസ്ട്രിബ്യൂഷൻ, ഇൻ്റർമീഡിയറി, ഇതെല്ലാമാണ് പ്ലേസ് അല്ലെങ്കിൽ ലൊക്കേഷനെ ഉപയോഗിക്കാൻ, ലൊക്കേഷൻ എന്ന സ്ഥലത്തിനെ മനസ്സിലാക്കാൻ നമ്മൾ ഉപയോഗിക്കുന്ന ടേംസ് എന്ന് പറഞ്ഞിട്ടുള്ള മാർക്കറ്റിങ്ങിൽ. സോ വാട്ട് ഈസ് പ്ലേസ് മിക്സ്? Place mix refers to the combination of all decisions related with the flow of goods from the place of manufacture to the place of consumers. പ്ലേസ് ഓഫ് മാനുഫാക്ചറിൽ നിന്ന് പ്ലേസ് ഓഫ് കൺസ്യൂമേഴ്സിലേക്ക് ഗുഡ്സ് ഫ്ലോ ചെയ്യുമ്പോൾ അവിടെ വരുന്ന എല്ലാ ഡിസിഷനെയും അതിൻ്റെ ഒരു കോമ്പിനേഷൻ വിളിക്കുന്ന പേരാണ് പ്ലേസ് മിക്സ് എന്ന് പറഞ്ഞിട്ടുള്ളത്. The two major components of place mix are channel of distribution and physical distribution. നമ്മുടെ പ്ലേസ് മിക്സിൻ്റെ രണ്ട് മേജർ കമ്പോണൻസ് ഏതൊക്കെയാണ്? ചാനൽ ഓഫ് ഡിസ്ട്രിബ്യൂഷൻ വരും, അതുപോലെ തന്നെ ഫിസിക്കൽ ഡിസ്ട്രിബ്യൂഷനും വരും. A channel of distribution is a route through which a product moves from the producer to the ultimate consumer. ചാനൽ ഓഫ് ഡിസ്ട്രിബ്യൂഷൻ എന്താണ്? നമ്മുടെ പ്രൊഡക്റ്റ് പ്രൊഡ്യൂസറിൽ നിന്ന് അൾട്ടിമേറ്റ് കൺസ്യൂമേഴ്സിലേക്ക് മൂവ് ചെയ്യുന്ന ആ റൂട്ടിനെ വിളിക്കുന്ന പേരാണ് ചാനൽ ഓഫ് ഡിസ്ട്രിബ്യൂഷൻ. ചാനൽ എന്തൊക്കെ വരും അതിൽ? ഹോൾസെയിലർ, റീറ്റെയിലർ ആൻഡ് അതർ ഇൻ്റർമീഡിയറി, അവരെ വിളിക്കുന്ന പേരാണ് ചാനൽ ഓഫ് ഡിസ്ട്രിബ്യൂഷൻ എന്നത്. ഏത് വരെയാണ് ഗുഡ്സ് കൺസ്യൂമറിലേക്ക് എത്തിയത്. നെക്സ്റ്റ് എന്താണ് ഫിസിക്കൽ ഡിസ്ട്രിബ്യൂഷൻ? Physical distribution refers to set of activities involved in the movement of goods from the producer to consumer through the distribution channel. അപ്പോൾ ഡിസ്ട്രിബ്യൂഷൻ ചാനൽ വഴി ഗുഡ്സ് എത്തുമ്പോൾ അതിൻ്റെ മൂവ്മെൻറ്റ് എങ്ങനെയൊക്കെ ഏതൊക്കെ ആക്ടിവിറ്റീസിലൂടെ മൂവ്മെൻറ്റ് വന്നത്, ആ മൂവ്മെൻറ്റ് വിളിക്കുന്ന പേരാണ് ഫിസിക്കൽ ഡിസ്ട്രിബ്യൂഷൻ എന്നത്. ദ മേജർ ആക്ടിവിറ്റീസ് ഓഫ് ഫിസിക്കൽ ഡിസ്ട്രിബ്യൂഷൻ ആർ ഏതൊക്കെയാണ്? ട്രാൻസ്പോർട്ടേഷൻ വരും, വെയർ ഹൗസിംഗ് വരും, ഇൻവെൻട്രി മാനേജ്മെൻറ്റ് ഉണ്ടാവും, അതുപോലെ തന്നെ ഓർഡർ പ്രോസസ്സിംഗ്, ഇതെല്ലാം എന്തിൽ വരുന്നതാണ്? ഫിസിക്കൽ ഡിസ്ട്രിബ്യൂഷനിൽ വരുന്ന കാര്യങ്ങളാണ്. ഇനി ലാസ്റ്റ് എലമെൻ്റ് ആണ് പ്രൊമോഷൻ എന്നത്. പ്രൊമോഷൻ ഈസ് ദ കമ്മ്യൂണിക്കേഷൻ ലിങ്ക് ബിറ്റ്വീൻ ദ ഫേം ആൻഡ് ദ കൺസ്യൂമർ. കൺസ്യൂമറും ഫേമും തമ്മിലുള്ള കമ്മ്യൂണിക്കേഷൻ ലിങ്ക് ആണ് പ്രൊമോഷൻ എന്നത്. പ്രൊമോഷൻ മെഷേഴ്സ് ആർ നെസസറി ടു ഇൻഫോം ദ കൺസ്യൂമർ അബൌട്ട് എ പ്രൊഡക്റ്റ് ആൻഡ് ഇറ്റ്സ് ഫീച്ചർ. അപ്പോൾ പ്രൊമോഷൻ മെഷേഴ്സ് എന്താണ്? വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. എന്ത് വേണ്ടിയാണ്? കൺസ്യൂമേഴ്സിനെ ആ പ്രൊഡക്റ്റ് എന്താണെന്നും അതിൻ്റെ ഫീച്ചേഴ്സ് എന്തെല്ലാമാണെന്നും മനസ്സിലാക്കാൻ വേണ്ടി പ്രൊമോഷൻ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ദെൻ വാട്ട് ഈസ് പ്രൊമോഷൻ മിക്സ്? The overall marketing communication program of a firm are known as promotion mix. നമ്മുടെ ഒരു ഫേമിൻ്റെ ഓവറോൾ ആയിട്ടുള്ള കമ്മ്യൂണിക്കേഷൻ പ്രോഗ്രാമിൻ്റെ ഒന്നിച്ച് വിളിക്കുന്ന പേരാണ് പ്രൊമോഷൻ മിക്സ് എന്ന് പറഞ്ഞിട്ടുള്ളത്. പ്രൊമോഷൻ മിക്സ് എന്ന് പറയുമ്പോൾ അതിൽ മെയിനായിട്ട് 4 കാര്യങ്ങൾ ഇൻക്ലൂഡ് ആയിട്ടുള്ളത്: അഡ്വർടൈസിങ്, പേഴ്സണൽ സെല്ലിംഗ്, സെയിൽസ് പ്രൊമോഷൻ ആൻഡ് പബ്ലിസിറ്റി. നമുക്കറിയാം എന്താണ് അഡ്വർടൈസിങ് എന്നത്. ഇറ്റ് ഈസ് എനി പെയ്ഡ് ഫോം ഓഫ് നോൺ പേഴ്സണൽ കമ്മ്യൂണിക്കേഷൻ. ഒരാൾ മുമ്പിൽ പോയി പറയല്ല. ഇറ്റ് ഈസ് ത്രൂ ഇലക്ട്രോണിക് ഓർ പ്രിന്റ് മീഡിയയിലോ അല്ലെങ്കിൽ ഇലക്ട്രോണിക് ഫോർമാറ്റിലേക്ക് അവിടെ അഡ്വർടൈസ്മെൻറ്റ് നടക്കുക. ഫോർ എക്സാമ്പിൾ അഡ്വർടൈസ്മെൻറ്റ്സ് ത്രൂ ടെലിവിഷൻ, ന്യൂസ് പേപ്പേഴ്സ് എക്സെട്ര, അതൊക്കെ എന്താണ്? അഡ്വർടൈസിങ്ങിൽ വരുന്നതാണ്.
നെക്സ്റ്റ് ആണ് പേഴ്സണൽ സെല്ലിംഗ്. ഇറ്റ് ഈസ് ദ പ്രോസസ് ഓഫ് ഹെൽപ്പിംഗ് ആൻഡ് സ്റ്റിമുലേറ്റിംഗ് ദ കൺസ്യൂമർ പർച്ചേസ് ഓഫ് പ്രൊഡക്റ്റ് ഓർ സർവീസ് ത്രൂ ഓറൽ പ്രസന്റേഷൻ. നമ്മൾ നേരിട്ട് പോയിട്ട് പറയുകയാണ് ഇന്ന പ്രൊഡക്റ്റിൻ്റെ ഫീച്ചേഴ്സ് ഇതൊക്കെയാണ്, ഇത് മേടിക്കണം എന്ന് പറയുകയാണെങ്കിൽ അല്ലെങ്കിൽ ഇന്ന ഒരു അഡ്വർടൈസ്മെന്റ് പ്രൊവൈഡ് ചെയ്യുകയാണെങ്കിൽ അതാണ് പേഴ്സണൽ സെല്ലിംഗ് എന്ന് പറഞ്ഞിട്ടുള്ളത്. ഇവിടെ ഇലക്ട്രോണിക് മീൻസ് ഒന്നും യൂസ് ചെയ്യാണ്ട് നേരിട്ട് പേഴ്സണലായിരിക്കും കൺസ്യൂമർ അവിടെ പോയി കസ്റ്റമേഴ്സിനെ അല്ലെങ്കിൽ എന്താണ് ഈ സെയിൽസ് പേഴ്സൺസ് എന്ത് ചെയ്യുക, കസ്റ്റമേഴ്സിനെ ക്യാൻവാസ് ചെയ്ത് അവരെ കൊണ്ട് പ്രൊഡക്റ്റ് മേടിപ്പിക്കുക. നെക്സ്റ്റ് ആണ് സെയിൽസ് പ്രൊമോഷൻ. ഇറ്റ് ഈസ് പ്രൊവൈഡിങ് ഇൻസെൻറ്റീവ്സ് ടു ദ കൺസ്യൂമർ ഫോർ എൻകറേജിങ് ദം ടു പർച്ചേസ് ദ പ്രൊഡക്റ്റ്. പ്രൊഡക്റ്റ് പർച്ചേസ് ചെയ്യാൻ വേണ്ടി കൺസ്യൂമേഴ്സിനെ എൻകറേജ് ചെയ്യുന്ന ഒരു ഇൻസെൻറ്റീവ്സ് പ്രൊവൈഡ് ചെയ്തിട്ട് സെയിൽസ് കൂട്ടുകയാണ് സെയിൽസ് പ്രൊമോഷൻ എന്നുള്ളത്. ലൈക്ക് ഗിഫ്റ്റ്സ് ഉണ്ട്, അല്ലെങ്കിൽ സ്ക്രാച്ച് കാർഡ് ഉണ്ട്, ഡിസ്കൗണ്ട് ഓഫേഴ്സ് എന്ന് പറയുമ്പോൾ ആൾക്കാർ എന്തെങ്കിലും വേഗം ചാടിക്കറി പ്രൊഡക്ട്സ് മേടിക്കാൻ വരും. അതാണ് സെയിൽസ് പ്രൊമോഷൻ എന്ന് പറഞ്ഞിട്ടുള്ളത്. നെക്സ്റ്റ് ആണ് പബ്ലിസിറ്റി. ഇറ്റ് ഈസ് ഗിവിംഗ് ഫേവറബിൾ പ്രസൻറ്റേഷൻ ആൻഡ് ന്യൂസ് അബൌട്ട് ദ പ്രൊഡക്റ്റ് ആൻഡ് ഇറ്റ്സ് ഫീച്ചേഴ്സ് ഇൻ ദ മീഡിയ. മീഡിയയിൽ നല്ല ഭംഗിയുള്ള പ്രസൻറ്റേഷനിലൂടെ അല്ലെങ്കിൽ ന്യൂസൊക്കെ പ്രൊവൈഡ് ചെയ്തിട്ട് ആ ഒരു പ്രൊഡക്റ്റിൻ്റെ ഫീച്ചേഴ്സും കൃത്യമായിട്ട് കാര്യങ്ങൾ കാണിക്കുകയാണെങ്കിൽ അതാണ് പബ്ലിസിറ്റി എന്ന് പറഞ്ഞിട്ടുള്ളത്. ഫോർ എക്സാമ്പിൾ ആർട്ടിക്കിൾസ് ആൻഡ് റിപ്പോർട്ട്സ് ഇൻ ന്യൂസ് പേപ്പർ റിപ്പോർട്ട് വരികയാണ്, ആർട്ടിക്കിൾ വരികയാണ്, അല്ലെങ്കിൽ മാഗസീൻസിൽ വരികയാണ്, റേഡിയോ TV പ്രസൻറ്റേഷൻ അങ്ങനെ കാണിക്കുകയാണെങ്കിൽ സെമിനാർസൊക്കെ ഒക്കെയാണെങ്കിൽ എന്ത് ചെയ്യും, ആ പ്രൊഡക്റ്റിന് പബ്ലിസിറ്റി കിട്ടാണ്. അതാണ് പബ്ലിസിറ്റി എന്ന് പറഞ്ഞിട്ടുള്ളത്. What is market segmentation? Market segmentation is the process of dividing the market on the basis of different needs and characteristics. അപ്പോൾ ഓരോ നീഡ്സും അല്ലെങ്കിൽ ക്യാരക്ടർ അനുസരിച്ച് നമ്മൾ മാർക്കറ്റ് ഡിവൈഡ് ചെയ്യുകയാണെങ്കിൽ അതാണ് മാർക്കറ്റ് സെഗ്മെൻറ്റേഷൻ എന്ന് പറഞ്ഞിട്ടുള്ളത്. എ മാർക്കറ്റ് ക്യാൻ ബി സെഗ്മെൻറ്റഡ് ഓൺ ദ ഓർ ഡിവൈഡഡ് ഓൺ ദ ബേസിസ് ഓഫ് ഏജ്, സെക്സ്, ഇൻകം, എഡ്യൂക്കേഷൻ, ഓക്യുപ്പേഷൻ എക്സെട്ര. നമുക്ക് എന്ത് ചെയ്യാം, ഒരു മാർക്കറ്റ് നമുക്ക് ഡിവൈഡ് ചെയ്യും. ഏതൊക്കെ ബേസിസിൽ? ഏജ് വെച്ചിട്ട്, അല്ലെങ്കിൽ ഫീമെയിൽ മെയിൽ അങ്ങനെ വെച്ചിട്ട്, അല്ലെങ്കിൽ ഇൻകം ഓരോരുത്തർ ഇൻകം വെച്ചിട്ട്, എഡ്യൂക്കേഷൻ ക്വാളിഫിക്കേഷൻ വെച്ചിട്ട്, അല്ലെങ്കിൽ ഓക്യുപ്പേഷൻ വെച്ചിട്ട് എന്ത് ചെയ്യാം, നമുക്ക് മാർക്കറ്റിനെ ക്ലാസിഫൈ ചെയ്യാം. നെക്സ്റ്റ് നമ്മൾ നോക്കാൻ പോകുന്നതാണ് സ്റ്റെപ്സ് ഓഫ് മാർക്കറ്റ് സെഗ്മെൻറ്റേഷൻ അല്ലെങ്കിൽ മാർക്കറ്റ് സെഗ്മെൻറ്റേഷൻ പ്രോസസ്സ് നോക്കാം. ഫസ്റ്റ് വൺ ആണ് ഐഡൻറ്റിഫിക്കേഷൻ ഓഫ് എ മാർക്കറ്റ്. നമ്മൾ ആദ്യം എന്ത് ചെയ്യണം, നമ്മുടെ മാർക്കറ്റ്, നമ്മുടെ ടാർഗറ്റ് മാർക്കറ്റ് ചെയ്താൽ നമ്മൾ ആദ്യം ഐഡൻറ്റിഫൈ ചെയ്യുക. എന്നിട്ട് അതനുസരിച്ച് എന്ത് ചെയ്യുക, മാർക്കറ്റിംഗ് മിക്സ് നമ്മൾ തയ്യാറാക്കണം. നെക്സ്റ്റ് ആണ് ഐഡൻറ്റിഫിക്കേഷൻ ഓഫ് ദ മാർക്കറ്റ് നീഡ്. നമ്മളൊരു പൊട്ടൻഷ്യൽ കൺസ്യൂമേഴ്സിനെ കണ്ടുപിടിച്ചാൽ അല്ലെങ്കിൽ ടാർഗറ്റ് മാർക്കറ്റ് കണ്ടുപിടിച്ചാൽ പിന്നെ ആ ഒരു പൊട്ടൻഷ്യൽ കൺസ്യൂമേഴ്സിൻ്റെയോ ആ ഒരു ടാർഗറ്റ് മാർക്കറ്റിൻ്റെയോ നീഡ് എന്താണെന്ന് ഐഡൻറ്റിഫൈ ചെയ്യുക. നമ്മൾ എന്ത് ചെയ്യുക, അതിനുവേണ്ടി നമ്മൾ ആ മാർക്കറ്റ് അല്ലെങ്കിൽ കൺസ്യൂമേഴ്സിനെ ക്ലോസ്ലി എക്സാമിൻ ചെയ്താൽ മാത്രമേ അവരുടെ നീഡ് എന്താണെന്ന് മനസ്സിലാക്കുകയുള്ളൂ. നെക്സ്റ്റ് ആണ് ഡിവിഷൻ ഓർ സെഗ്മെൻറ്റേഷൻ ഓഫ് ദ മാർക്കറ്റ്. നമ്മൾ ആ ഒരു കൺസ്യൂമേഴ്സിൻ്റെ നീഡ് കണ്ടുപിടിച്ച് കഴിഞ്ഞാൽ ഇനി നമ്മൾ എന്ത് ചെയ്യുക, സെലക്റ്റഡ് മാർക്കറ്റിനെ ഡിഫറെൻറ്റ് സബ് മാർക്കറ്റ്സ് ഓരോ നീഡ് അനുസരിച്ച് ഓരോ മാർക്കറ്റ്സ് ആയിട്ട് ഡിവൈഡ് ചെയ്യുക. എന്നിട്ട് ഓരോ സബ് മാർക്കറ്റ്സ് അല്ലെങ്കിൽ ഓരോ സെഗ്മെൻറ്റ്സിന് നമ്മൾ എന്ത് ചെയ്യണം, ക്ലോസ് ആയിട്ട് നോക്കണം. അപ്പോൾ അതിനുവേണ്ടി നമ്മൾ എന്ത് ചെയ്യണം, നമ്മൾ ഐഡൻറ്റിഫൈ ചെയ്ത ആ ഒരു നീഡിനനുസരിച്ച് നമ്മൾ മാർക്കറ്റിനെ ഡിവൈഡ് ചെയ്യുക. നെക്സ്റ്റ് ആണ് സ്റ്റഡി ദ ഡിഫറെൻറ്റ് മാർക്കറ്റ് സെഗ്മെൻറ്റ് അല്ലെങ്കിൽ സെഗ്മെൻറ്റിംഗ് സ്റ്റേജ്. അതെന്താണത്, നമ്മൾ എന്ത് ചെയ്യുക, നമ്മളുടെ കണ്ടുപിടിച്ച് ആ ഡിഫറെൻറ്റ് മാർക്കറ്റ് നമ്മൾ ഡിവൈഡ് ചെയ്ത ഡിഫറെൻറ്റ് മാർക്കറ്റ് സെഗ്മെൻറ്റ്സ് ഓരോന്നായിട്ട് സ്റ്റഡി ചെയ്യുക. ഡീറ്റെയിൽ സ്റ്റഡി എന്ന് പറയുമ്പോൾ അതിൻ്റെ നീഡും ബിഹേവിയറും സൈസും എല്ലാം നമ്മൾ എന്ത് ചെയ്യുക, പഠിക്കുക. സെലക്ഷൻ ഓഫ് എ പർട്ടിക്കുലർ മാർക്കറ്റ് സെഗ്മെൻറ്റ്. ഇനി നമ്മൾ സെലക്ട് ചെയ്ത ആ ടാർഗറ്റ് മാർക്കറ്റ് നമ്മൾ കുറേ ഡിവൈഡ് ചെയ്തു. അതിൽ നിന്ന് നമ്മൾ ഒരു പർട്ടിക്കുലർ മാർക്കറ്റ് സെഗ്മെൻറ്റ് നമ്മൾ സെലക്ട് ചെയ്യുക. നമ്മളെല്ലാം പഠിച്ച ശേഷമാണ് നമ്മൾ ഏറ്റവും ബെസ്റ്റ് സെഗ്മെൻറ്റ് നോക്കി സെലക്ട് ചെയ്യുക. ലാസ്റ്റ് സ്റ്റേജ് ആണ് എന്ത്, ഫോർമുലേഷൻ ആൻഡ് ഇംപ്ലിമെൻറ്റേഷൻ ഓഫ് മാർക്കറ്റിംഗ് സ്ട്രാറ്റജി. നമ്മൾ ഇനി ആ ഒരു സെലക്ട് ചെയ്ത ആ ഒരു പർട്ടിക്കുലർ മാർക്കറ്റ് സെഗ്മെൻറ്റിൽ നമ്മൾ ഉണ്ടാക്കിയ ഫോർമുലേറ്റ് ചെയ്ത ആ ഒരു മാർക്കറ്റിംഗ് സ്ട്രാറ്റജി അതിൽ കൊണ്ടുവരിക, അത് ഇംപ്ലിമെൻറ്റ് ചെയ്യുക. ഇതെല്ലാമാണ് മെയിനായിട്ട് സ്റ്റെപ്സ് ഇൻ മാർക്കറ്റ് സെഗ്മെൻറ്റേഷൻ. അപ്പോൾ ഏതൊക്കെ നമുക്ക് ഒന്നുകൂടി നോക്കാം. നമ്മൾ ആദ്യം തന്നെ നമ്മുടെ മാർക്കറ്റ് ഏതെന്ന് ഐഡൻറ്റിഫൈ ചെയ്യുക, അതിൽ നിന്ന് മാർക്കറ്റ് നീഡ്സ് ഐഡൻറ്റിഫൈ ചെയ്യുക, അതനുസരിച്ച് മാർക്കറ്റിനെ സെഗ്മെൻറ്റ് ചെയ്യുക, ഓരോ സെഗ്മെൻറ്റ്സും കൃത്യമായിട്ട് പഠിക്കുക, അതിൽ നിന്ന് ഏറ്റവും ബെസ്റ്റ് സെഗ്മെൻറ്റ് എടുക്കുക നമ്മൾ. എന്നിട്ട് നമ്മുടെ ആ ഒരു സ്ട്രാറ്റജീസും പ്ലാൻസൊക്കെ നമ്മൾ എന്ത് ചെയ്യുക, അതിൽ ഫോർമുലേറ്റ് ചെയ്യുക, എന്നിട്ട് അത് ഇംപ്ലിമെൻറ്റ് ചെയ്യുക. ഇതെല്ലാമാണ് നമ്മുടെ സ്റ്റെപ്സ് ഇൻ മാർക്കറ്റിംഗ് സെഗ്മെൻറ്റേഷൻ അല്ലെങ്കിൽ മാർക്കറ്റ് സെഗ്മെൻറ്റേഷൻ പ്രോസസ്സ് എന്ന് പറഞ്ഞിട്ടുള്ളത്. നെക്സ്റ്റ് ആണ് ബേസിസ് ഫോർ സെഗ്മെൻറ്റേഷൻ ഓർ സെഗ്മെൻറ്റേഷൻ വേരിയബിൾസ്. എങ്ങനെയൊക്കെ നമുക്ക് എന്ത് ചെയ്യാം, നമ്മുടെ മാർക്കറ്റിനെ സെഗ്മെൻറ്റ് ചെയ്യാം. മെയിനായിട്ട് 5 ഡെമോഗ്രാഫിക് സെഗ്മെൻറ്റേഷൻ, ജിയോഗ്രഫിക്കൽ സെഗ്മെൻറ്റേഷൻ, സൈക്കോളജിക്കൽ, സോഷ്യോ കൾച്ചറൽ ആൻഡ് ബിഹേവിയർ സെഗ്മെൻറ്റേഷൻ. അപ്പോൾ എന്താണ് ഡെമോഗ്രാഫിക് സെഗ്മെൻറ്റേഷൻ വെച്ച് കഴിഞ്ഞാൽ, നമ്മൾ ഇപ്പോൾ നമ്മുടെ മാർക്കറ്റ് ഡിവൈഡ് ചെയ്യുന്നത് ഏജും സെക്സും ഇൻകം ഓക്യുപ്പേഷൻ എഡ്യൂക്കേഷൻ ഹൗസ് ഹോൾഡ് സൈസ് ഫാമിലി ലൈഫ് സൈക്കിൾ അങ്ങനെയുള്ള കാര്യങ്ങൾ നമ്മുടെ ഡെമോഗ്രാഫിക്കൽ ക്യാരക്ടേഴ്സ് വെച്ചാണ് നമ്മൾ മാർക്കറ്റ് ഡിവൈഡ് ചെയ്യുന്നതെങ്കിൽ എന്തൊക്കെയാണ് ഡെമോഗ്രാഫിക് ക്യാരക്ടേഴ്സ്, നമ്മുടെ ഏജ് സെക്സ് ഇൻകം നമ്മുടെ പേഴ്സണൽ കാര്യങ്ങൾ ഓക്യുപ്പേഷൻ എഡ്യൂക്കേഷൻ ഹൗസ് ഹോൾഡ് സൈസ് ഫാമിലി ലൈഫ് സൈക്കിൾ ഇതൊക്കെ വെച്ച് നമ്മൾ നമ്മുടെ മാർക്കറ്റിനെ സെഗ്മെൻറ്റ് ചെയ്യുകയാണെങ്കിൽ അതാണ് ഡെമോഗ്രാഫിക് സെഗ്മെൻറ്റേഷൻ എന്ന് പറഞ്ഞിട്ടുള്ളത്.
രണ്ടാമത്തെയാണ് ജോഗ്രഫിക്കൽ സെഗ്മെൻറ്റേഷൻ. നമ്മുടെ റീജിയനും സൈസും മെട്രോപൊളിറ്റൻ ഏരിയ ആണോ, പോപ്പുലേഷൻ ഡെൻസിറ്റി, ക്ലൈമാറ്റിക് സോൺ, ഇങ്ങനെയുള്ള കാര്യങ്ങൾ വെച്ച് നമ്മൾ നമ്മുടെ മാർക്കറ്റിനെ ഡിവൈഡ് ചെയ്യുകയാണെങ്കിൽ അതാണ് ജോഗ്രഫിക്കൽ സെഗ്മെൻറ്റേഷൻ എന്ന് പറഞ്ഞിട്ടുള്ളത്. നെക്സ്റ്റ് ആണ് സൈക്കോളജിക്കൽ സെഗ്മെൻറ്റേഷൻ. നമ്മൾ സൈക്കോളജിക്കൽ ക്യാരക്ടേഴ്സ് വെച്ചിട്ട് ലൈക്ക് പേഴ്സണൽ ട്രേറ്റ്സ്, ഇൻട്രസ്റ്റ്, ലൈഫ് സ്റ്റൈൽസ് ഓഫ് കസ്റ്റമേഴ്സ്, അപ്പോൾ അതെല്ലാം വെച്ചിട്ട് നമ്മൾ നമ്മുടെ മാർക്കറ്റിനെ ഡിവൈഡ് ചെയ്യുകയാണെങ്കിൽ നമ്മുടെ സൈക്കോളജിക്കൽ ക്യാരക്ടേഴ്സ് വെച്ചിട്ട് അതിനെ ഡിവൈഡ് ചെയ്യാതാണ് സൈക്കോളജി സെഗ്മെൻറ്റേഷൻ എന്ന് പറഞ്ഞിട്ടുള്ളത്. നെക്സ്റ്റ് ആണ് സോഷ്യോ കൾച്ചറൽ സെഗ്മെൻറ്റേഷൻ. എന്താണത്? നമ്മുടെ സോഷ്യൽ വാല്യൂസും കൾച്ചറും റിലീജിയനും റേസും നാഷണാലിറ്റി ഇതെല്ലാം ബേസ് ചെയ്ത് നമ്മൾ നമ്മുടെ മാർക്കറ്റ് ഡിവൈഡ് ചെയ്യുകയാണെങ്കിൽ അതാണ് സോഷ്യോ കൾച്ചറൽ സെഗ്മെൻറ്റേഷൻ എന്ന് പറഞ്ഞിട്ടുള്ളത്. ലാസ്റ്റ് വൺ ആണ് ബിഹേവിയറൽ സെഗ്മെൻറ്റേഷൻ. നമ്മുടെ എന്താണത് ഏറ്റവും യൂസ്ഫുൾ വേ ആണ് ബിഹേവിയർ സെഗ്മെൻറ്റേഷൻ എന്ന് പറഞ്ഞിട്ടുള്ളത്. അതാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, കൺസ്യൂമേഴ്സിൻ്റെ നോളജും അവരുടെ യൂസേജും അവരുടെ ആറ്റിറ്റ്യൂഡും ആ ഒരു പ്രൊഡക്റ്റിൻ്റെ മേലെ ആ ഒരു പർട്ടിക്കുലർ കൺസ്യൂമർ എങ്ങനെയാണ് അതിൻ്റെ ആറ്റിറ്റ്യൂഡ് അതൊക്കെ ബേസ് ചെയ്ത് നമ്മൾ മാർക്കറ്റ് ഡിവൈഡ് ചെയ്യുകയാണ്. അതാണ് ബിഹേവിയർ സെഗ്മെൻറ്റേഷൻ എന്ന് പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ ഈ 5 ബേസിലാണ് എന്ത് ചെയ്യുന്നത് നമ്മുടെ മാർക്കറ്റിനെ സെഗ്മെൻറ്റ് ചെയ്യുക. ബേസിസ് സെഗ്മെൻറ്റേഷൻ ഇതൊക്കെയാണ് ഡെമോഗ്രാഫിക്, ജോഗ്രഫിക്കൽ, സൈക്കോളജിക്കൽ, സോഷ്യൽ, കൾച്ചറൽ ആൻഡ് ബിഹേവിയർ സെഗ്മെൻറ്റേഷൻ.